ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ രാത്രികളിലൊക്കെ നന്നായിട്ട് ഇവിടെ സുവിശേഷം അറിയിച്ചു. അവർ രണ്ടുപേരും അത് വളരെ ഭംഗിയായിട്ട് സാക്ഷ്യത്തിൽ കൂടിയും വചനത്തിൽ കൂടിയുമെല്ലാം നന്നായി സുവിശേഷം അറിയിച്ചു. കേട്ടവർക്കെല്ലാം അത് അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ അല്പസമയങ്ങൾ കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ആട്ടുണ്ടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാകിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ. നിജംഗമായി സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. പന്ത്രണ്ടാം വയസ്സിങ്കൽ യേശുവേ നീ
നിന്റെ തന്ത തള്ളയോടൊരുമി ചീജഗേനം 12 വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്ത തള്ളയോടൊരുമി ചീജഗേനം സമ്പ്രതി പതിച്ച വീട് കണ്ട ജാതി വൈരരോട് ധർമ്മപാഠനം നടത്തിയേ മോദിച്ചും നീ സിയോൻ മണവാളനെ ശ്രീ നരപതിയേ സിയോൻ മണവാളനെ നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതിനകത്തെ മൃദംഗമോ തവലയോ വായിക്കാൻ പറ്റുമെങ്കിൽ നോക്ക്, ഞാൻ അടുത്ത വേറൊരു കാര്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. സാധാരണ ഈ വാക്യം ഉപവാസ പ്രാർത്ഥനകളിലാണ് വായിക്കാറുള്ളത്. അപ്പം ചിലർ ചിന്തിക്കും, കൺവെൻഷന് ഇത് വായിക്കേണ്ട കാര്യം ഉണ്ടോ? വേദവചനത്തിൽ ഏത് വാക്യം വായിച്ചാലും അനുഗ്രഹമാണ്. ഇത് എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. അപ്പോൾ യെശയ്യാ പ്രവചനം 59-ന്റെ പ്രാരംഭ വാക്യമാണ്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. എല്ലായിടത്തും പറയാറുണ്ട്, ഇതുപോലൊരു പുസ്തകം ഇനി ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകുകയില്ല. ഇതെടുത്ത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് വായിച്ചാൽ പിന്നെ ഇഷ്ടം പോലെ ഭാഗ്യം. ഇത് പ്രമാണിക്കാവുന്ന ഭാഗ്യത്തിൻ്റെ അയ്യരുകളിയാണ്. അപ്പോൾ ഇത് ചെന്ന് കയറിയ ദേശത്തിനെല്ലാം അനുഗ്രഹമാണ്. ഇത് ആരൊക്കെ എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹമാണ്. ഇതേതെല്ലാം ഭവനത്തിലെത്തിയിട്ടുണ്ടോ ആ ഭവനത്തിനെല്ലാം അനുഗ്രഹമാണ്. ഇതേത് ദേശത്ത് രാജ്യത്ത് ഈ പുസ്തകം എത്തിയോ അപ്പോൾ ആ രാജ്യത്തിൻ്റെ മട്ട് മാറ്റിയ പുസ്തകമായി പുസ്തകം. കാരണം ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. ഇതുപോലെ, കാരണം ഇതിൻ്റെ പേര് തന്നെ ഉറക്കെ പറ, വലിയ താല്പര്യം ഇല്ലെന്നാ തോന്നുന്നു. സത്യ സ്തോത്രം. അപ്പൊ ഇത് സത്യമായ കാര്യമായി ഇതിൽ എഴുതിയിരിക്കുന്നത്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകും, ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ല. ഇതുപോലെ സത്യമായൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. ഉണ്ടാക്കുന്നതിന്, പുസ്തകം ഇറക്കുന്നതിന് കയ്യും കണക്കുമില്ല. പക്ഷേ ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. ഇനി ഉണ്ടാക്കാൻ നോക്കിയോട്ട് നടക്കുന്ന കേസുമല്ല. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്തിയത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള
39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. പത്രം കേട്ടാ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല. ഇതെടുത്തവർക്കാർക്കും ദോഷം വന്നിട്ടുമില്ല, വരികയില്ല. അവരുടെ സന്തതിക്കും ഒരു ദോഷം വന്നിട്ടില്ല, വരികയില്ല. സ്തോത്രം. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിനെ ബഹുമാനിച്ചാൽ ഈ പുസ്തകം നിന്നെ ബഹുമാനിക്കും. ഞാൻ ഈ പുസ്തകം എന്ന് പറഞ്ഞ് കറുത്ത ബൈൻഡിട്ട പേപ്പറിന്റെ കാര്യമല്ല. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ ഒരാളുണ്ട്, യേശു ക്രിസ്തു. അത് ഉന്നം വെച്ചാ ഞാനീ പറയുന്നത്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ, ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെ ഓരോ അധ്യായത്തിലും ആമൻ സ്തോത്രം ആമൻ പരാമർശിക്കപ്പെട്ട, അത് നെടലായിട്ടും പൊരുളായിട്ടും ഒക്കെ ആമൻ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, വെളിപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവേശുവിനെയാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്ന പ്രതിപാദ്യ പുരുഷൻ. ഇതുപോലെ സുന്ദരനായ, മഹിമയുള്ള, മഹത്വമുള്ള, ഉന്നതനായ ഒരുവൻ ഉലകത്തിൽ അവൻ വന്നിട്ടില്ല, ഇനി വരികയില്ല. അവനൊപ്പം പറയാൻ ആളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. അവന്റെ അടുക്ക വന്ന് ആരാധിക്കുന്നതും അവിടുത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഉയർത്തണമെന്ന് പറഞ്ഞതിന്റെ ആശയം എത്രയേ ഉള്ളൂ. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷനാകുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തുക. പ്രൈസ് ദ ലോർഡ്. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, നസറയനാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, ഒന്നും എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും നടക്കുകയും വേണ്ട, ഉരുളുകയും വേണ്ട, ഊപ്പാട് ഒന്നും വരണ്ട, നീ കൈയും കാലും ഒന്നും പൊക്കുകയും വേണ്ട. ചിലർ പറയും ഇനി ആരുണ്ട് കൈ പൊക്കാൻ, ആരുണ്ട്? അതൊക്കെ ചോദിച്ചോട്ടെ, എതിരല്ല. കൈയും പൊക്കണ്ട, കാലും പൊക്കണ്ട, ഇരിക്കുന്ന കിടത്തിരുന്ന ഹൃദയം ഒന്ന് സമർപ്പിക്കുക. എൻ്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ എഴുന്നള്ളി വരണം. ഇന്ന് രാത്രി എന്നെ രക്ഷിച്ച്, എൻ്റെ പാപത്തെ മോചിച്ച്, എന്നെ അവിടുത്തെ മകളാക്കി, മകനാക്കി, എൻ്റെ പൈതലാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭത്വമുള്ള ദൈവമാണ് നസറയനാകുന്ന ക്രിസ്തു. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതെ, നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യെശയ്യാ പ്രവചനമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ പുസ്തകത്തെ പല ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. 66 പുസ്തകം. ചിലർ ഇത് കൂടുതൽ പുസ്തകം കുത്തിക്കെട്ടി വെച്ചിട്ടുണ്ട്. അത് ആര് ചോദിച്ചാൽ അവരെ പോവുകയും നടക്കുകയും ചെയ്യുമ്പോൾ അറിയാം അത് കൂടുതലുള്ള ആൾക്കാരായി പോകുന്നുണ്ട്. സ്തോത്രം. അവരുടെ ആ നടപ്പും പോക്കും ഇരിപ്പും വരവും അവരുടെ ആ ചൊല്ലുത്തും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അറിയാം ഇത് കൂടുതൽ പുസ്തകമുള്ള ആൾക്കാരാ ഈ പോകുന്നത്. നിങ്ങൾ ഇപ്പം അത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് 66 പുസ്തകം. ഇതുപോലെ വേറൊരു പുസ്തകമില്ല. ഈ 66 പുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങളുണ്ട്. മോളെ, നീ സഞ്ചിയായിട്ട് കൂടെ എവിടെ പോവാ? എവിടെ പോവാ? സഞ്ചിക്കകത്ത് തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങൾ അത് 2ആയിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രസംഗിക്കുന്നവരായി ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാർ, അവർക്കിതെല്ലാം തിട്ടമാ. ഇപ്പം ഈ വന്ന കാലത്ത് ഉപദേശിമാരെക്കാളും വളരെ തിട്ടമാ വിശ്വാസികൾക്ക്. ഞങ്ങൾ പൊട്ടത്തെറ്റ് പറഞ്ഞാലും നിങ്ങൾ മിണ്ടാതിരിക്കുന്ന പാസ്റ്ററാണെന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുക. അല്ല, അറിയാൻ പാടില്ലായിട്ടല്ല. കാരണം എല്ലാവരും പറയും ഒന്നും പറഞ്ഞേക്കരുത്, പൊട്ടത്തെറ്റായി പറയുന്നെങ്കിലും നമ്മൾ ഏലായിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയായി രക്ഷപ്പെടുന്നത്. അപ്പോൾ വിശ്വാസികളെക്കാളും നല്ല ഉപദേശിമാരെക്കാളും തിട്ടമുണ്ട് പലർക്കും ദൈവവചനത്തിൽ, വിശ്വാസ സമൂഹത്തിന്. ആട്ടെ, വളരെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ പ്രവചന പുസ്തകങ്ങളെ 2ആയിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. നിങ്ങൾക്കറിയാം, വലിയ പ്രവാചകന്മാരുടെ നിരകിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. അതിൽ തലകിടപ്പോണ്ട് നിൽക്കുന്ന പ്രവാചകനാണ് യെശയ്യാവ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. യെശയ്യാ പ്രവാചകൻ, ആ യെശയ്യാ പ്രവാചകന് വേദ പഠിതാക്കൾ
ദൈവമക്കൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്നാണ് പറയുന്നത്. അതെന്താ ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് പറയുന്നത്? അദ്ദേഹമാണ് സുവിശേഷം നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം, നല്ല വാർത്ത, നല്ല എന്തുവാ ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ് ഇല്ലയോ? ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് മനപ്രയാസവും ഭീതിയും അസ്വസ്ഥതകളും വെപ്രാളവും ഒക്കെ വരുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുകയും മാധ്യമങ്ങളിൽ കൂടി നമ്മൾ അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണത്തിന് സുഖം വരുന്ന ഒരു വാർത്തകളല്ല, എല്ലാം പ്രശ്നകലുഷിതമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിനെ അടുത്ത സമയത്തല്ലയോ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയി, പിന്നെ അതിനെ തിരിച്ചു കെട്ടി, എന്ത് ബന്ധപ്പാടാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നിങ്ങൾ പേപ്പർ വായിച്ചു, ഒരു സഹോദരി ഒറ്റയിടിക്ക് ഭർത്താവിനെ കൊന്നു, മൂക്കാമ്പട്ടയ്ക്കാണ് ഇടിച്ചത്. നല്ല വാർത്തയാണെന്നോ ബേജ? മിണ്ടുന്നില്ല. അവളെ ദുബായിക്ക് കൊണ്ടുപോയില്ലെന്ന് പോലും. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ തന്നെ കൊണ്ടുപോക്കാണ്, ഇല്ല മൂക്കാമ്പട്ട ഇടിച്ച് കളയും. അങ്ങനത്തെ ഒരു കാലം. അത് നല്ല വാർത്തയൊന്നുമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, കേൾക്കുന്ന വാർത്തകളെല്ലാം ഇങ്ങനെ. കൊച്ചിനെ കിണറ്റി ഇട്ടേച്ച് അവള് ഓട്ടോക്കാരൻ്റെ കൂടെ കയറി അവള് പോയി. സ്തോത്രം. ഒരുത്ത എയർപോർട്ടിൽ വന്നപ്പോൾ ഭർത്താവ് അവളെ കൊണ്ടുപോകാൻ വന്നതാ. അന്നേരം അവള് വേറൊരുത്തൻ്റെ കൂടെ. ഇവിടെ പേപ്പർ ഒന്നും വരുത്തുന്നില്ലേ? ഇല്ല. വാർത്തകൾ നല്ല വാർത്തയല്ലല്ലോ. യുദ്ധം നടക്കുന്നു, അത് നല്ല വാർത്തയല്ല. യുദ്ധശ്രുതികൾ നല്ല വാർത്തയല്ല. മാറാ രോഗങ്ങൾ അത് നല്ല വാർത്തയല്ല. നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട പലരും മാരക രോഗത്താൽ ഭാരപ്പെടുന്നു. നല്ല വാർത്തയല്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അനർത്ഥങ്ങള്, അപകടങ്ങള്, സ്തോത്രം. ഒരു നശൂലം പിടിച്ചവനെ അവിടെ കൊണ്ട് ബോംബ് പൊട്ടിച്ചു. എവിടാ? ഇങ്ങനെ കാണിക്കാതെ സ്ഥലം പറ. എറണാകുളം. ഇങ്ങനെ കാണിച്ച അവിടെ എന്നാ? പറക്കൂട്ടത്തിൻ്റെ എവിടാന്നോ? കളമശ്ശേരി. അങ്ങനെ പറ. അപ്പോൾ ഇതെല്ലാം നല്ല വാർത്തകളല്ല. അല്ലല്ലല്ല. ഗവർണർ വന്നപ്പം വണ്ടി തടഞ്ഞ്, ഇന്നലത്തേക്ക് വാർത്തയാ അല്ലേ? ചെരുപ്പെടുത്ത് അങ്ങോട്ട് എറിയുന്നു. എന്തെല്ലാം. ഇതൊന്നും അത്ര നല്ല വാർത്തകളല്ല. കേൾക്കുന്ന വാർത്ത മുഴുവൻ നമുക്ക് അസ്വസ്ഥതയും മനപ്രയാസവും ഭീതിയും ഒക്കെ ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഇതിന് നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. പക്ഷെ ആ വാർത്ത കേൾക്കാൻ ആർക്ക് താല്പര്യമോ ഇല്ല. എന്നാൽ ഇന്ന് രാത്രി ഇത്രയും പേർക്ക് താല്പര്യത്തോടെ വന്നല്ലോ. ഈ ഹാളിനകത്ത് ഇത്രയും പേരിരിക്കുന്നെങ്കിലും ഇതിന് താഴെയും അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല വാർത്ത സുവിശേഷമാണ്. എവിടെയും ഉയർത്താൻ പറ്റുന്ന ഒന്ന് സുവിശേഷമാണ്. ആരോടും പറയാൻ പറ്റുന്ന വാർത്തയും സുവിശേഷമാണ്. എവിടെയും അറിയിപ്പാൻ പറ്റിയ വാർത്തയും സുവിശേഷമാണ്. സുവിശേഷത്തെ ഉയർത്തിയാൽ സുവിശേഷം നിന്നെ ഉയർത്തും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം.
കതിർ വീശും വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവിടെ എവിടെയും ഉയർത്താൻ പറ്റുന്നത് ഈ സുവിശേഷമാണ്. സ്തോത്രം. സുവിശേഷത്തെ നശിപ്പിക്കാനും സുവിശേഷത്തെ തകർക്കാനുമൊക്കെ ധാരാളം പേര് രംഗത്ത് വന്നു. ഇപ്പോഴും ചിലരൊക്കെ രംഗത്തുണ്ട്. ഇനിയും ചിലര് അതിൻ്റെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, സുവിശേഷം നശിക്കത്തില്ല. ഇതിനെ നശിപ്പിക്കാൻ നോക്കിയവര് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ സുവിശേഷം മുഖാന്തരം. അപ്പോൾ ഇത് കാരണം ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ട്. അതിലൊന്ന്, ഇത് ചത്തടിഞ്ഞ ഒരു മാർഗമല്ല, ഉയർത്ത മാർഗമാണ്. ഇതൊന്നും ജീവിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഇതിന് കോട്ടമൊന്നും വരികയല്ല. പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് കോട്ടം വരുന്നതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വരികയില്ല. ഇത് ഉയർത്ത മാർഗമാണ്. സുവിശേഷം വന്നതുകൊണ്ടാ നമുക്കെല്ലാം ഇങ്ങനെ മാന്യമായിട്ട് ജീവിക്കാനും നടക്കാനും സഞ്ചരിക്കാനും ഇടപെടാനുമൊക്കെ സംഗതി വന്നത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒരു 100-120 കൊല്ലം മുമ്പ് എല്ലാവർക്കും ഒന്നും ഒരു 150 കൊല്ലം മുമ്പ് ഈ വഴി കൂടെ നടക്കാൻ ഒക്കുകയല്ല, ഒക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, പേ പിടിച്ച പട്ടിക്ക് വഴി കൂടെ പോകാമായിരുന്നു, മനുഷ്യർക്ക് പോകാനൊക്കത്തില്ല. ശബ്ദം ഉണ്ടാക്കണം. എന്തോ ശബ്ദമാണെന്ന് എല്ലാവർക്കും ഇപ്പം അറിയത്തില്ല. പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം ചെന്ന് ചോദിക്കണം എന്തോ ശബ്ദമാണ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ വലിയ പുള്ളി വരുമ്പോൾ ഓടി ഒളിക്കണം. വഴിയിലെങ്ങ് നിൽക്കാനൊക്കത്തില്ല, അടിച്ച് ശരിയാക്കും. അപ്പൊ അതിന് മാറ്റം വന്നതിന്റെ മൂലകാരണം ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങളിൽ പറയും, അത് പറയണമല്ലോ. സായിപ്പ് വണ്ടിയെ പോയപ്പം കണ്ടത്തിലെ കാളയുടെ കൂടെ ഒരു മനുഷ്യനെ വെച്ച് കണ്ട ഉഴുന്നു. സായിപ്പ് വണ്ടി നിർത്തി. എല്ലാ സായിപ്പും ഗുണപ്പെട്ടതൊന്നുമല്ല, നല്ല സായിപ്പന്മാരുണ്ടായിരുന്നു. ഈ സായിപ്പ് എന്ന് പറയുമ്പോൾ ചിലക്ക് അങ്ങ് അരിശം കയറുക. നല്ല സായിപ്പ്, നല്ല ആൾക്കാർ എല്ലായിടത്തും ഇല്ലേ, ഏത് മേഖലയിലും പിന്നെ നല്ല ആൾക്കാരുണ്ട്. അത് ക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ച ഒരു മിഷനറിയും കൂടിയായിരുന്നു. അദ്ദേഹം നോക്കിയപ്പം കാളയോട് ചേർത്ത് ഒരു നുകത്തില് മനുഷ്യനെ വെച്ച് കണ്ട ഉഴുന്നു. സായിപ്പ് വണ്ടി അവിടെ നിർത്തിച്ചേച്ച് പറഞ്ഞു, കാളയെ കണ്ടത്ത് നിർത്തിയേച്ച് ആ മനുഷ്യനെ ഇഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചോണ്ട് വന്നു. സായിപ്പ് വണ്ടിയെ കയറ്റി ബംഗ്ലാവിൽ കൊണ്ടുപോയി, തേച്ച് കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു, സുവിശേഷം അറിയിച്ചു. സ്തോത്രം. ആ മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാ ഭാഗവും പറയുന്നില്ല, ചരിത്രം പഠിച്ചവർക്കറിയാം. അടിമച്ചന്തകൾ ഉണ്ടായിരുന്നു. അടിമകളെ കൊണ്ട് നിർത്തി വിൽക്കും. അടിമച്ചന്ത. മല്ലപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, അതിനിപ്പോഴും പഴയ പേര് വെട്ടുകണ്ടവന്ന. ആൾക്കാരെ വെട്ടിക്കൊല്ലുമായിരുന്നു അടിമകളെ. ആരും ചോദിക്കാനൊക്കത്തില്ല. വെട്ടുകണ്ടം ഇപ്പോഴും ഉണ്ടോ സ്ഥലം. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ
കമ്പോളത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇഷ്ടപ്പെട്ടവര് മേടിച്ചോണ്ടങ്ങ് പോവും, കാശ് കൊടുത്ത്, ചക്രമൊക്കെ കൊടുത്തേ. അപ്പനും അമ്മയും 3-4 പിള്ളേരും കൂടെ ആയിരിക്കും നിൽക്കുന്നത്. ചിലപ്പം വരുന്ന തമ്പുരാനെ അപ്പനെ ആയിരിക്കും ഇഷ്ടപ്പെട്ട, ആരോഗ്യമുള്ളത് കൊണ്ട് അപ്പനെയും കാശ് കൊടുത്ത് മേടിച്ചോണ്ട് പോവാം. അമ്മയും മക്കളും നോക്കി നിൽക്കുക, ഒന്നും മിണ്ടാനൊക്കത്തില്ല, കടല് കാണുകയില്ല. പെറ്റതല്ലേ വിലക്ക് മേടിച്ചോണ്ട് പോകും, പൊടിക്കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുക, കൊച്ചുങ്ങളെ വേണ്ട, ഒന്നും മിണ്ടാനൊക്കത്തില്ല. ചിലര് കൊച്ചുങ്ങളെ വിലക്ക് മേടിച്ചുകൊണ്ട് പോകും, മാതാപിതാക്കളെ അവിടെ നിർത്തും. പിന്നെ ചിലര് എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ചിലരുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അടിമ ചന്തകളും അടിമ വ്യാപാര സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതിന് ഇങ്ങനൊന്നും അല്ലായിരുന്നു ഹല്ലേലൂയ പറയേണ്ടത്. പിന്നെ ഈ രാത്രി ഇത്രയിലും ഒപ്പിച്ചു തന്നല്ലോ, വലിയ കാര്യം. സുവിശേഷം വന്നത് കൊണ്ടാണ്. ആട്ടെ, ഇടയ്ക്ക് കയറി ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. എവിടെയും പറയുവാനും എവിടെയും ഉയർത്തുവാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. സ്തോത്രം. ആ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നത്. സ്തോത്രം. എവിടെയും ഉയർത്താൻ പറ്റുന്നത് സുവിശേഷമാണ്, ദൈവത്തിന്റെ മകൻ. അപ്പൊ യെശയ്യാവിനെ സുവിശേഷ പ്രവാചകൻ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ മകത്വം. ഇനി ആ യെശയ്യാ പ്രവചനം 58:9 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ, 1-ാം വാക്യം. യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. ആമേൻ. സത്യവചനം കൈയടിച്ച് ചേർന്ന്, ഓ നിത്യജീവൻ നിനക്കേകിടും, നിൻപേരും ജീവ പുസ്തക എഴുന്നിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നേശു വിളിച്ചിടുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ എവിടെയും ഉയർത്താൻ പറ്റുന്നത് ആ സുവിശേഷം. യെശയ്യാ പ്രവാചകനെ സുവിശേഷ പ്രവാചകൻ എന്നാണ് വിശേഷമായിട്ട് വിശേഷണ പദം കൊടുത്തിരിക്കുന്നത്. കാരണം സുവിശേഷം യേശുക്രിസ്തു, നല്ല വാർത്ത. ആ നല്ല വാർത്ത, നല്ല വ്യക്തിയാകുന്ന യേശുവിനെ പറ്റി നന്നായിട്ട് പ്രവചനാത്മാവ് നിറഞ്ഞ് പ്രവചിച്ചയാള് കൂടുതലും പ്രവചിച്ചത് യെശയ്യാവാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ വളർച്ച, ജീവിതം, ശുശ്രൂഷ, കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത്, അവിടുന്ന് തിരിച്ചു വരുന്നത്, തിരിച്ചു വന്ന് തിരുസഭയായിട്ട് പോകുന്നത്, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, പിന്നെ യുദ്ധങ്ങള്, അത് കഴിഞ്ഞ് നിത്യത. ഇതെല്ലാം അടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. നമുക്കറിയാമല്ലോ, അനേകം ആത്മാവിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ആമേൻ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പണ്ട് 2 പേര് തർക്കം ഉണ്ടായി. അപ്പൊ ഒരാൾ ചോദിച്ചു, കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നു? ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചതാ. അപ്പം പുള്ളി അതിനൊരു മറുപടി പറഞ്ഞു. പുള്ളി പറഞ്ഞു, അങ്ങനെ ആന്ന ഒരു കൊച്ച് കന്യക ഗർഭിണി, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. 2,
വേറെ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പം ശ്രദ്ധിക്കുക, കന്യക ഇപ്പം ചെല്ലിരിക്കുക, കേൾക്കാൻ മേല. അതിന് ആ യോഗം തുടങ്ങുന്നതിന് മുന്നേ മുന്നിൽ വന്നിരിക്കാൻ പറഞ്ഞു. നീ നേരത്തെ വന്നിട്ടും പമ്മി പുറകിരിക്കുകയായിരുന്നു, നിന്നെ കേൾക്കണ്ട. ഇപ്പൊ പിടി കിട്ടിയോ മുന്നിൽ ഇരിക്കുന്നതിന്റെ ഗുണം? ചില കേസുകളൊക്കെ അങ്ങനെ. നീ അടുത്ത യോഗം ഇവിടെ വെക്കുമ്പം ആദ്യം ഫ്രണ്ടിൽ വന്നിരുന്നോണം. അപ്പൊ ശ്രദ്ധിക്കുക, കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തു രക്ഷകൻ ഇവൻ താനേ. പാട്ട് പാടുമ്പോഴേ ഇതിൻ്റെ ശബ്ദവും അതിൻ്റെ ശബ്ദവും പാട്ട് പാടുമ്പം കുറയ്ക്കണം. ഇവർക്ക് ഞാൻ അവസരം കൊടുക്കും, അന്നേരം അത് കൂട്ടിക്കണം, അന്നേരം ഞാൻ മിണ്ടുകയല്ല. മനസ്സിലായോ? കൊച്ചിനെ താത്ത് നിർത്തുകയോ ആരുടെയും കൈകൊള്ളി രണ്ടും കൊടുക്കുമോ എന്ന് തോന്നുന്നില്ല. പറഞ്ഞെന്നവരെ ഇറങ്ങി പോകരുത് അതുമായിട്ട്. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. ഇവനെ ഇവനെ ക്രിസ്തു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇത് കന്യക ഗർഭിണിയായി പ്രസവിക്കുമെന്ന് പ്രവചിച്ച ആളായ ചെയ്യാവും. സ്തോത്രം. ഇനി ആ പ്രസവിച്ച് ആ കുഞ്ഞിന്റെ വിശേഷതയെ പറ്റി 9:6 7:14 ആ കന്യക ഗർഭിണിയാ. വായിച്ചോ മാമേ, ചുമ്മാരിക്കല്ലയോ, വായിച്ചോ 7:14 7:14 പെട്ടെന്ന്. അതൊക്കെ പിന്നെ പറയാം, അത് വായിച്ചേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. പിന്നെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പിന്നെ അവൻ ഇമ്മാനുവേൽ എന്ന് പേര്. അവന് ഇമ്മാനുവേൽ, നമ്മോട് കൂടെ ഇരിക്കുന്നവനാ. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോൾ കന്യക ഗർഭിണിയാകും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിന്റെ വിശേഷത എന്നും നിന്റെ കൂടെ ഇരിക്കുന്നവനാ. നിന്നെ തള്ളിക്കളയത്തിൽ, ഉപേക്ഷിക്കത്തിൽ, അനാഥനായിട്ട് വിടത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ എന്നുണ്ട് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ഭർത്താവ് ഉപേക്ഷിക്കുന്നവരാ, ഭാര്യ ഇട്ടേച്ച് പോകുന്നവരാ, മക്കളും അത്ര വിശ്വസ്തരൊന്നുമല്ല. എല്ലായിടത്തും മാമൻ മാതാപിതാക്കളും വിശ്വസ്തരല്ല,
എന്നാൽ നിന്നെ തള്ളിക്കളയാതെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇമ്മാനുവേലാകുന്ന യേശു ക്രിസ്തു. എനിക്ക് പാട്ടൊക്കെ അങ്ങ് പാടി 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 അങ്ങ് പറയണമെന്നാ തോന്നുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിക്കോട്ടെ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോനിതാലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോനിതാലേ. ആമേൻ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോനിതാലേ. എൻ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോനിതാലേ. അപ്പോൾ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന ആ കുഞ്ഞിന്റെ വിശേഷത അവിടുന്ന് ഇമ്മാനുവേല. ഇനി ആ കുഞ്ഞിന്റെ വിശേഷത എന്തുവാ? 9:6 വായിച്ചു അമ്മാമേ. 9:6. ആമേൻ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുതമന്ത്രി. ചില പൊട്ടന്മാര് പറയുന്നത് യേശു ദൈവം അല്ലെന്നാ. എടാ പൊട്ട, ഇത് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്, ഇല്ലേ? മിണ്ടുകല്ല. ഇത് യേശു ക്രിസ്തുവിനെ പറ്റിയായി പ്രവചനം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ആ പ്രസവിക്കുന്ന പൈതലിന്റെ വിശേഷതയെ പറ്റി 9:6 മുതൽ പറയുകയാ. ഒന്നുകൂടെ വായിച്ചോ അമ്മാമേ. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇത് ക്രിസ്തുവിന്റെ തിരുജനനത്തെ പറ്റിയാ പറയുന്നത്. അവിടുത്തെ ശ്രേഷ്ഠതയാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം ആ ശിശുവിന്റെ തോളിലിരിക്കും, ആ ജനിക്കുന്നവന്റെ തോളിലിരിക്കും. അടുത്തത് അവൻ അത്ഭുതമന്ത്രി. ശിശുവിന്റെ വിശേഷതയാണ് അവൻ അത്ഭുതമന്ത്രി. അതാ ഞാൻ പറഞ്ഞത്. ചിലര് പറയുന്ന യേശു ദൈവമല്ലെന്ന്. എന്റെ പൊട്ട, ഈ വാക്യം വായിച്ചാ പോരെ? വീരനാം ദൈവം. ഇത് യേശുവിനെ പറ്റിയല്ലേ? പിന്നെ പപ്പുകളെ പറ്റിയാന്ന് എഴുതിയേക്കുന്നേ. മിണ്ടുന്നില്ല. യേശുവിനെ പറ്റിയാ എഴുതിയേക്കുന്നേ. സ്തോത്രം. അവിടുന്ന് വീരനാം ദൈവമാണ്. ഇടയ്ക്ക് കയറി അങ്ങ് പറഞ്ഞെന്നേ ഉള്ളത്, പറയണ്ടേ? സ്തോത്രം. വീരനാം ദൈവം. സ്തോത്രം. സ്തോത്രം. അവിടുന്ന് ദൈവമാണ്. തോമാസ് പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ. എബ്രായലേഖനത്തിലുണ്ട്, പുത്രനോടോ ദൈവമേ നിന്റെ സ്തോത്രം. എബ്രായലേഖനത്തിൽ എങ്ങനെയാ? പുത്രനോട് പറയുക, പുത്രനോട് ദൈവമേ. കണ്ടോ? ദൈവമാണ്. പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ. സ്തോത്രം. അപ്പൊ ഇതെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവാചകനായ യെശയ്യാവ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, പിന്നെ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. കുഴപ്പമൊന്നുമില്ല. ആമേൻ, സ്തോത്രമൊക്കെ നല്ലതല്ലയോ? ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും ചെടിയാടാന്ന് വായിക്കുന്നല്ലോ. അടുത്തിരിക്കുന്ന സഹോദരി മൈക്ക് സഹായിച്ചു കൊടുക്കുന്ന ദൈവം രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് ഏക ദൈവമാണ്, നിത്യദൈവമാണ്. അപ്പൊ കർത്താവിനെ പറ്റി ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രവചനമൊക്കെ നടത്തിയത് യെശയ്യാവ്. അത് കൃത്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇനി കുഞ്ഞുനാളി കഴിക്കുന്ന എന്നാന്ന് വരെ എഴുതിയിട്ടുണ്ട്. അങ്ങനല്ലയോ? 7:14 താഴോട്ട് വായിച്ചേ. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തൈരും തേനും കൊണ്ട്.
അങ്ങനെ മോഷണക്കുറ്റമൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്രമം എത്ര കൃത്യമായിട്ടാണ് പ്രവചിച്ചിരിക്കുന്നത്. അതെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല, സബ്ജക്റ്റ് അതല്ലല്ലോ. ദൈവത്തിന് മഹത്വം. അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷയുടെ വിധങ്ങൾ, ഒടുവിൽ അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ടാണ് വേദപണ്ഡിതാക്കൾ ഇദ്ദേഹത്തിന് വിശേഷണ പദം കൊടുത്തിരിക്കുന്നത്, അവൻ സുവിശേഷ പ്രവാചകൻ. യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ അടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകന്മാർ വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതെ, നമ്മൾ എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണമല്ലോ. യെശയ്യാ പ്രവചനം 59 അധ്യായം ആ കുറുവാക്യമായിട്ട് വായിച്ചത്. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു എല്ലാവരും ശ്രേഷ്ഠനാ, യേശു ക്രിസ്തു ഉന്നതനാ, യേശു ക്രിസ്തു മഹിമയുള്ളവൻ. അവിടുത്തെ പോലെ യോഗ്യനായ വേറെ ആരുമില്ല. ഊനമില്ലാത്തവനും പാപമില്ലാത്തവനും പാപം ചെയ്യാത്തവനും പാപം തീണ്ടാത്തവനും പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. കർത്താവിന് മഹത്വം. അതെ, നമ്മൾ 59 അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട റെജി പാസ്റ്ററോട് ചോദിച്ചു, എപ്പോഴാണ് പ്രസംഗം നിർത്തേണ്ടത്? അത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. എന്നാലും ഉണ്ടല്ലോ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാൻ നിർത്തേണ്ടത്. അപ്പം ഞാൻ അതനുസരിച്ചായിരിക്കും നിർത്തുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പോഴേ മുഖം അങ്ങനെ വെച്ചാൽ നിർത്തുകയല്ല, അത് നടക്കുന്ന കേസുമല്ല. എന്നാൽ ഇപ്പം തന്നെ മുഖം അങ്ങനെ അങ്ങ് വെച്ചേക്കാം, അത് നടക്കുകയല്ല. ഉണ്ട്, ഒരു പരിവുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ശ്രദ്ധിക്കുക, ഈ വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവചനം 58 അധ്യായം ദൈവമക്കൾക്കറിയാം ഉപവാസ പ്രാർത്ഥനയുടെ പ്രമാണമാണ്. എങ്ങനെ ഉപവസിക്കണം, ഉപവസിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെയായിരിക്കണം ഉപവസിക്കേണ്ടത്, ഉപവസിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം, ഏതാണ് ഉപവാസം, ഇഷ്ടമുള്ള നോമ്പ്, ഇഷ്ടമില്ലാത്തത്, ദൈവം പ്രസാദിക്കുന്നത്, പ്രസാദിക്കാത്തത്, ഇതൊക്കെയാണ് 58 അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ചാൽ എന്ത് സംഭവിക്കും, എന്ത് കിട്ടും, എന്ത് നടക്കും, അതൊക്കെയാണ് 58 അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരിക്കുന്നില്ല, ഉപവാസ പ്രാർത്ഥന അല്ലല്ലോ. ഇനി 59 എന്നിട്ട് പറയുകയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ, ദൈവമക്കൾക്ക് പ്രയോജനമായി. നാളുകളായി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. ഒരു ദിവസം ഉപവസിക്കുന്നവർ, 3 ഇരിക്കുന്നവർ, 7 ഇരിക്കുന്നവർ, 21 ഇരിക്കുന്നവരൊക്കെ കാണും. 40 ദിവസം ഉപവസിച്ചവരും കാണും. 41 നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇല്ല. അതില്ല, ആയിക്കോട്ടെ, അത് ദൈവം പറഞ്ഞെങ്കിൽ അങ്ങനെ അങ്ങ് പോട്ടെ. ഇപ്പൊ അത് പറഞ്ഞൊരു തർക്കമൊന്നും ഉണ്ടാക്കണ്ട. എന്തായാലും കൊള്ളാം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവര് ഈ രാത്രിയോഗത്തിൽ സംബന്ധിക്കുന്നു, ദൂരത്തിൽ നിന്ന് കേൾക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളോടൊരു കാര്യം പറയാം. ഉപവസിക്കുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ നീ ഉപവസിച്ച വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ചഞ്ചലിക്കരുത്, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. നിന്റെ ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഊന്നി പറയാം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ പല വിഷയങ്ങൾ വെച്ച് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതലും നീക്കുപോക്കും കണ്ടില്ലെന്നോർത്ത് തറന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, ചഞ്ചലിക്കരുത്. നിന്നെയും എന്നെയും രക്ഷിച്ച ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം ഓർമ്മയിലിരിക്കണം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലൊന്ന്, ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്ത് നടക്കും. അതാ ഇന്ന് രാത്രിയിലെ വിഷയം. ഒന്നുകൂടെ പറയട്ടെ, അദൃശ്യനാകുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള ഭുജം ഇന്ന് രാത്രി ചിലരെ സ്പർശിക്കട്ടെ. വന്നതുപോലെ ആരും ഇന്ന് രാത്രി തിരിച്ചു പോകരുത്. ദൈവകരത്തിന്റെ സ്പർശനം, അത് സാന്നിധ്യം അനുഭവിച്ച് വേണം ഇന്ന് രാത്രി എല്ലാവരും തിരിച്ചു പോകാൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്.
എന്താണ് ഇന്ന് രാത്രി ഈ ദൈവകരം വന്നാൽ, ദൈവം സ്പർശിച്ചാൽ, അവിടുത്തെ തൃക്കരം കൊണ്ട് നിന്നെ തൊട്ടാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ വിഷയം. ശ്രദ്ധിക്കണേ, ഈ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത, ഒരു പ്രത്യേകത, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14 ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചു. ഉത്തമഗീതം 5-ന്റെ-14 താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ വലത്ത് വശത്ത് മുകളിലുണ്ട് വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. ശ്രദ്ധിച്ചേ, ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം അലങ്കാര ഭാഷയിൽ പല കാര്യങ്ങൾ ഉപമകളായിട്ടും ഉപമാനമായിട്ടും പ്രതിരൂപ സ്വരൂപങ്ങളായിട്ടാണ് പലതും അതിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ പ്രതിപാദ്യ പുരുഷൻ ഒരു ഇടയച്ചെറുക്കനാ, പിന്നൊരു പെൺകുട്ടിയുണ്ട്. ഇടയച്ചെറുക്കൻ രക്ഷിച്ച ഒരു പെൺകൊച്ച് ആരാ? ഉറക്കെ പറ. യുലമിയാൽ മമ മാതാവേ, ശൂലമിയാൽ മമ മാതാവേ, നായകൻ നമ്മൾ പിതാവേ, നായകൻ നമ്മൾ പിതാവേ. യുലമിയാൽ മമ മാതാവേ, യുലമിയാൽ മമ മാതാവേ, നായകൻ നമ്മൾ പിതാവേ, നായകൻ നമ്മൾ പിതാവേ. നാമെല്ലാം വരും തന്മഹിമാവേ, തന്നെ വാഴ്ത്തുവാൻ ചായ്ക്കുക നാവേ, ശൂലമിയാൽ മമ മാതാവേ, ശൂലമിയാൽ മമ മാതാവേ, നായകൻ നമ്മൾ പിതാവേ, നായകൻ നമ്മൾ പിതാവേ. അതെ, പാടാൻ നേരമില്ല. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ശൂലേമി, ഇടയച്ചെറുക്കൻ. പിന്നെ ആ പുസ്തകം പഠിച്ചാൽ ഈ ശൂലേമിയെ പ്രസവിച്ച അമ്മ, അതല്ല പ്രസവിച്ച ചങ്ങോടി കളഞ്ഞ്. പിന്നെ ഇവളെ വളർത്തിയ ഒരമ്മയുണ്ട്, പോറ്റമ്മ. പിന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തി, ലോകത്തിന്റെ പ്രതാപ ദാടിമോടുകളെ കാണിക്കുന്ന ശലോമോൻ. ഇവരൊക്കെ ഇതില് പ്രധാനപ്പെട്ട കക്ഷികൾ. അതെ, പ്രതിരൂപ സ്വരൂപങ്ങളായതുകൊണ്ട് ചിലത് വ്യാഖ്യാനിക്കുന്ന നല്ലതാ. ആ ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തുവിന് നിഴല. അമ്മ പ്രസവിച്ച് നാരകത്തിന്റെ ചുവട്ടിൽ ഇട്ടേച്ചങ്ങ് പോയി. അവിടുന്ന് കോരി എടുത്തത് ഇടയച്ചെറുക്കന്. ഒരു കണ്ണിന് പോലും ദയലോനാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്ന് എന്നെയും നിങ്ങളെയും കോരിയെടുത്തത് യേശുവ. ആ ഇടയച്ചെറുക്കൻ എടുത്ത് അമ്മയുടെ വീട്ടിൽ കൊണ്ട് അമ്മയുടെ കൈ കൊടുത്ത് ചോദിഞ്ഞ് വളർത്തിക്കോളാൻ പറഞ്ഞു. അമ്മ പിന്നെ അതിൻ്റെ പരുവത്തിന് വളർത്തി. അതുകൊണ്ട് അവളും മിടുക്കിയായി. കറുത്തതൊക്കെ ആണെങ്കിലും നല്ല മിടുക്കാണ്. അവൾ ഒരിക്കൽ പറഞ്ഞ്, എനിക്ക് ഇരുന്നളറാൻ പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്, എനിക്ക് നിങ്ങളോടും അങ്ങനെ പറയാനുള്ളത്, നിങ്ങൾ എന്നെ. അപ്പോൾ ഇടയച്ചെറുക്കൻ യേശുക്രിസ്തുവാണ്.
ആ ഇടയ ചെറുക്കന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് വായിച്ചോ മാമേ. ഹല്ലേലൂയ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ ആ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. അതിശ്രേഷ്ഠൻ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അയ്യോ, അത് തങ്കമാ എന്ന് പറഞ്ഞ വിലയുള്ളതാ, വിശേഷമായതാ തങ്കം. പിന്നെ അവന്റെ കുറുനരികൾ ചുരുണ്ടും ചുരുണ്ട് കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. ഡൈ ഒന്നും അല്ലേ. അടുത്തത്, അവന്റെ കണ്ണ് നീർത്തോലുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അതെ, താഴോട്ടുള്ള 10-ാം വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ എന്റെ ഭാഷ പറഞ്ഞ ആ ഇടയ ചെറുക്കന്റെ തലമുടി മുതല് കാലിന്റെ നഖം വരെ വർണ്ണിക്കുക. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ഇടയ്ക്ക് കയറി പറഞ്ഞു, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ. ഷൗമേൽ സാറ് പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. ഇന്ന് മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഇരണ്ട് ഞാൻ പാടും. സാറ് പാടിയ പ്രയോഗം ഇങ്ങനെ: ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. കല്ലുചതലേശം കാണുന്നില്ലി മനുഷ്യനിലം മുറ ചെയ്തുതാൻ. കല്ലുചതലേശം കാണുന്നില്ലി മനുഷ്യനിലം മുറ ചെയ്തുതാൻ. മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാ 5-10 മുതൽ താഴോട്ട്. ഇങ്ങനെ അംഗപ്രത്യംഗ വർണ്ണന നടത്തി വരുന്ന കൂട്ടത്തിൽ തന്റെ കൈകളെ പറ്റി പരാമർശിക്കുന്ന വാക്യമാണ് നമ്മൾ 5:14 വായിച്ചത്. വായിച്ചേ മാമ 5:14. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്നു. അവിടുത്തെ കൈകള്, അവിടുത്തെ തിരുക്കൈകളുടെ പ്രത്യേകത, അവിടുത്തെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അപ്പോൾ അലങ്കാര ഭാഷയിൽ ആ കൈകളിലേക്ക് നോക്കിയപ്പോൾ 2 ലോകം, ഒന്ന് ഗോമേതകം, 2 സ്വർണം. വേദ പഠിതാക്കൾ പറയുന്നത് ഒരു കൈ ഗോമേതകവും ഒരു കൈ സ്വർണമാണ്. ചെല്ലി പറയുന്നത് ഒരു കൈയിൽ തന്നെ ഗോമേതകവും സ്വർണവും ഉണ്ടെന്ന. ഇനി അത് പറഞ്ഞൊരു തർക്കമൊന്നും വേണ്ട, എന്തായാലും കൊള്ളാൻ 2 ലോകം. അതൊന്ന് ഗോമേതകം, 2 സ്വർണം. ഇനി ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഓടിച്ചു പറയാം, ഈ ഗോമേതകം ന്യായവതിക്ക് നടല. ന്യായവതി
എന്തോ അമ്മമ്മേ? എഴുതിയെടുക്കാനോ? അയ്യോ, അത്യാവശ്യമായി പെട്ടെന്ന് എഴുതിയെടുക്കും. അപ്പോൾ മാമ വായിച്ചു തരിക, എഴുതി കൊടുക്കണേ. അപ്പോൾ ഈ 2 ലോഹം പതിപ്പിച്ചിരിക്കുന്നു. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു. വേദം പഠിക്കുന്നവർക്കറിയാം. കാരണം ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന ഈ അഹ്റോന് അംഗപ്രത്യംഗ വർണ്ണനയുണ്ട്. അഹ്റോന് ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട്. സ്ഥാന വേക്ഷ വിഭൂഷിതനായിട്ടാണ് ഇദ്ദേഹം വരേണ്ടത്. അപ്പോൾ നീളക്കുപ്പായം, നലിയങ്കി, നടുക്കെട്ട്, പോലെ മാർപ്പതക്കം, തലമുടി, തലയെക്കെട്ട്, ഉള്ളങ്കി, മേലങ്കി, ഇതെല്ലാം ഇട്ട പരുവത്തിന് പുള്ളി ആണ്ടിലൊരു വരവുണ്ട്. ചുമ്മാ നിൽക്കുന്നതിന് കയറി. അപ്പോൾ പുള്ളി ഒരു ഇറക്കോ ഒരു വരവുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാർപ്പതക്കത്തിൽ ഗോമേതകത്തിന്റെ കല്ലുണ്ട്. ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യക്കനുസരിച്ച് അവരെ പ്രകീർത്തിക്കുന്നതായ ഈ കല്ലുകൾ, അതിലൊരു കല്ലാണ് ഗോമേതകം. ഈ ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴല. ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴല്. ഈ ദാൻ ഗോത്രത്തിന്റെ ഒരു കുഴപ്പടി, ഇത് ന്യായവതിക്ക് നിഴലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു, വായിച്ചോ 49:17 ഉൽപ്പത്തി. താഴെ ഇടത്ത് വശത്ത് ഈ ഭാഗത്ത് ഇവിടെ വായിച്ചു. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരകളുടെ അമ്മാമോ അവൻ കുതിരകളുടെ കുതികാൽ കടിക്കും. കുതിരകൾ ഇല്ല, കുതിരയുടെ കുതികാൽ കടിക്കും. അത് മതി, എന്തിനാ അധികം കടിക്കുന്നേ? ഒന്നുകൂടെ വായിച്ചോ 17-ാം വാക്യം. പാതയിലൊരു സർപ്പവും. ആട്ടെ, പേരെന്നാ? ജൈനമ്മ. നന്നായിട്ട് വായിക്കും. 17 ഒന്നുകൂടെ വായിച്ചോ. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. അവൻ അവിടെ കടിക്കുള്ളു. കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. കുതിരയുടെ പുറത്തിരുന്നവൻ പൊത്തോന്ന് താഴെ വീഴും. അതുകൊണ്ട് കുതിരയുടെ പുറത്തിരിക്കുന്ന പുള്ളിയോട് കയറി പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യരുത്. അയാൾ മലന്ന് വീഴാനിരിക്കുക. ദാൻ വഴിയിലൊരു പാമ്പും വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അവൻ പാതയിലൊരു സർപ്പവും. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. പുറത്തു കയറിയവൻ കുതിരയുടെ പുറത്തിരിക്കുന്ന പുള്ളി മലന്ന് താഴെ വീഴും. എന്റെ വേറൊരു വിഷയം, അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല. സ്തോത്രം. അപ്പൊ ഇത് ദാൻ ഗോത്രം ന്യായവതിക്ക് നിഴല. ദാൻ ഗോത്രത്തിന്റെ നിഴലിട്ടായി ഗോമേതകം. ആ ഗോമേതകം ന്യായവതിയെ കാണിക്കുക. അങ്ങനെ അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ വേറെ വാക്യങ്ങളൊക്കെ എടുത്ത് ചേർത്ത് കോർത്തിണക്കാൻ ഇപ്പം നേരമില്ല. അപ്പോൾ ഈ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. അവിടുത്തെ തൃക്കരങ്ങളുടെ ഒരു പ്രത്യേകത, സ്വർണവും ഗോമേതകം ന്യായവതിയെ കുറിക്കുന്നു. എന്നാൽ സ്വർണം അത് രാജത്വത്തെ കാണിക്കുന്നതാണ്. അത് അനുഗ്രഹത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ആത്മീക വ്യാഖ്യാനമായി തരുന്നത് അതാണല്ലോ. നമ്മുടെ മുമ്പേ പാടിയ പാട്ടിനകത്തതല്ലേ കർത്താവിന്റെ തിരുപ്പറവ് കിട്ട സമയത്ത് വന്ന് കാഴ്ചവെച്ചത് എന്തൊക്കെയാ? പൊന്ന്, മൂര്, കുന്തിരിക്ക. അവൻ അവിടുന്ന് രാജാവാണ്, അവിടുന്ന് പ്രവാചകനാണ്. സ്തോത്രം. അതിനെ തെളിയിക്കുന്നതാണ് സ്വർണം. അപ്പോൾ അവിടുത്തെ രാജത്വത്തെ കാണിക്കുന്നതാണ്. എന്തായാലും കൊള്ളാം, ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു, സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാം. അവിടുത്തെ തൃക്കരങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാണ്. അനുസരിക്കുന്നവർക്കെല്ലാം അവിടുത്തെ കരം അനുഗ്രഹത്തിന്റെ കരമാണ്.
എന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവവചനത്തോടും ദൈവിക ഉപദേശങ്ങളോടും ദൈവ പ്രമാണത്തോട് മറുത്ത് മത്സരിക്കുന്നവന് ഈ കരം ന്യായവതിയുടെ കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ന്യായവതിയുടെ കരമാകരുത്. വന്നവർക്കും കേൾക്കുന്നവർക്കും സമീപത്തും ചാരത്തും ഒക്കെ നിൽക്കുന്ന ദൂരത്തും ഒക്കെ നിൽക്കുന്നവർക്ക് അവിടുത്തെ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. ഒന്നുകൂടെ പറയാ, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ കരമാ. എന്നാൽ എതിർക്കുന്നവർക്കും മറുക്കുന്നവർക്കും ഒടക്കുന്നവർക്കല്ല, ഇത് ന്യായവതിയുടെ കരമാ. അതുകൊണ്ടാണല്ലോ ആ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങിങ്ങോട്ട് വന്നപ്പോൾ എസ്രായും കൂടെയുള്ളവരെല്ലാം കൂടെ അഹവ ആറ്റിന്റെ അരികത്ത് വെച്ച് ഒരു ഉപവാസമൊക്കെ പ്രസിദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ഞങ്ങളുടെ സർവ്വസമ്പത്തിനും ഒരു ശുഭയാത്ര യാചിക്കേണ്ടതിന് അവിടെ അഹവ ആറ്റിന്റെ അരികത്ത് വെച്ച് ഞങ്ങളൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എന്നിട്ട് പറയുന്ന ഒരു ഫലമുണ്ട്. 23-ാം വാക്യം വായിച്ച് അമ്മാമ്മ 8:23. ഞാൻ ആ ഭാഗമൊക്കെ പറയുമ്പോൾ എടുത്തു വെച്ചോണേ ജൈനമ്മേ. 8:23 എസ്ര അവിടെ ആന്നോ? എസ്ര 8:23. എസ്ര ഒന്നും എടുത്തിട്ട് കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അടുത്തത്, പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വെച്ച് 22 ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമാ. കണ്ടോ, അവിടുത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലമാ. അടുത്തത്, ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി. ഇത് ഉപേക്ഷിക്കുന്നവർക്ക് ഇത് പ്രതികൂലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്കും നിന്റെ കുടുംബത്തിനും ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന, ദൈവത്തെ തെറ്റിച്ച് കളയുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ ദൂഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് പ്രതികൂലത്തിന്. ഇന്ന് രാത്രി ആർക്കും പ്രതികൂലത്തിന്റെ കരമാകരുത്. വന്നവർക്കെല്ലാം ഈ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കരമാ. മറുത്ത് മത്സരിക്കുന്നവർക്ക് കരം ന്യായവതിയുടെ കരമാണ്. നമുക്കറിയാം, ഇസ്രായേലിൽ പണ്ട് ന്യായവതിയുടെ കരം വെളിപ്പെട്ടു. ഈ ദൈവജനം ഇസ്രായേലിൽ അടിമകളായി പ്രവാസികളായി യോസേപ്പിന്റെ കാലത്തെത്തി. പിന്നെ യോസേപ്പിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റപ്പോൾ ആ പ്രശ്നമെല്ലാം തുടങ്ങി. അതെല്ലാം നിങ്ങൾക്കറിയാം. ഒടുവിൽ ഇവര് ദൈവജനം ദൈവത്തോട് നിലവിളിച്ചു. കഥത ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തന്നെ തിരഞ്ഞെടുത്തു. കൂട്ടിന് അഹറോനും കൂടെ മിറിയാമിനെ. അങ്ങനെ ആ പ്രവചന പുസ്തകത്തിൽ ഞാൻ അഹറോനെയും മിരിയാമിനെയും മോശയെ അയച്ചെന്ന 3 പേരും കൂടെ. അപ്പോൾ മോശ മുഖാന്തരമാണ് ഇവരെ ദൈവം പുറപ്പെടുവിക്കുവാൻ പദ്ധതി കിട്ടത്. എന്നാൽ പ്രാരംഭ സമയത്ത് ഫറവോൻ ജനത്തെ വിട്ടുകൊടുക്കുന്നില്ല. ഓരോരോ ഉപാധി പറയാം. പുള്ളി പറഞ്ഞു, ദൂരെ ഒന്നും പോയി ആരാധിക്കരുത്, ഇവിടൊക്കെ. അന്നേരം പറഞ്ഞു, അങ്ങനല്ല, 3 ദിവസത്തെ വഴി. അന്നേരം പുള്ളി അടുത്ത ഉപാധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആണുങ്ങൾ പോയി ആരാധിച്ചേച്ച്. അപ്പം മോശ പറഞ്ഞു, യോ ഞങ്ങളുടെ യോഗത്തിന് പെണ്ണുങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഒരു വാക്യം വായിച്ചാൽ അതുങ്ങളല്ലേ ഉള്ളു, നമ്മൾ ഇമ്മായിരിക്കുക. ഇതുങ്ങളുണ്ടെങ്കിലും ഒക്കുള്ളൂ. ഒരു ഗ്ലോറി പറയാനാന്നേലും പെട്ടെന്നൊന്ന് ഇളകാനാന്നേലും നമ്മൾ ഇളകി വരുമ്പോൾ യോഗം തീരും. അപ്പം ഇവർ വേണം യോഗത്തിന്. അപ്പം അവരുണ്ടെങ്കിൽ യോഗമാകൂ. അപ്പം മോശ പറഞ്ഞു, യോ അങ്ങനൊന്നും ഞങ്ങൾ യോഗം കൂടുകയില്ല. ഞങ്ങളുടെ യോഗത്തിന് കുഞ്ഞുങ്ങളും വേണം, പ്രായമുള്ളവരും വേണം, സഹോദരിമാരും വേണം, സഹോദരന്മാരും വേണം, എല്ലാവരോട് ചേർന്നുള്ളത് ആ യോഗം. അതുകൊണ്ട് അതൊക്കത്തില്ല. ഒന്നേ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന കന്നാലിയല്ല ഇവിടെ നിർത്തിയേച്ചേ, നിങ്ങളെല്ലാം പോകാം. അയ്യോ ഞങ്ങളുടെ യോഗത്തിന് കന്നാലി അത്യാവശ്യമാണെന്ന് പറഞ്ഞു. കാരണം ഇതിനെ യാഗം കഴിക്കണം, കാളയും, ഇങ്ങനെ പല ഉപാധികളൊക്കെ പറഞ്ഞു. ഉപാധി അങ്ങനെ ആണെന്നല്ലേ ഇപ്പൊ ആൾക്കാരെല്ലാം ഒഴിവ് കഴിവ് പറയല്ലേ, അല്ലേ? രാജഭൃത്യന്റെ മോന്റെ കല്യാണം ക്ഷണിച്ചു വന്നുന്ന സമയത്ത് ഒന്നും വന്നില്ല. രാജാവ് സേവകന്മാരെ അയച്ചു. ഇടയിലെ കല്യാണശാലയെല്ലാം ഒരുക്കിയിട്ടിരിക്കുക, ഫുഡും എല്ലാം ക്രമീകരിച്ച് അവന്മാരെ വരാൻ പറഞ്ഞു. രാജഭൃത്യന്മാർ എന്ന് ചോദിച്ചപ്പോൾ ആരും വരുന്നില്ല, എല്ലാവരും ഒഴിവ് കഴിവ് പറഞ്ഞെന്ന. ഒരുത്തൻ പറഞ്ഞു,
കല്യാണം കഴിഞ്ഞ് അതുകൊണ്ടിപ്പം അമ്മായിമ്മ തരുന്ന നെയ്യുമൊക്കെ കൂട്ടി ഉണ്ട് കണക്കുക. അതിപ്പോൾ ഈ മൂച്ചിനെ കിട്ടുള്ളൂ. ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ തള്ള തരികയല്ല. ഇപ്പം ഈ മൂച്ചിനാണെങ്കിൽ നെയ്യൊക്കെ ചോർത്ത് ചിക്കൻ്റെ കാല് തന്നെ തള്ള തരുന്നത്. അത് ആ 2-3 ആഴ്ചയേ ഉള്ളൂ. പിന്നെ നീ കാല് കണ്ടാൽ കോഴി പോകുന്ന കാല് കണ്ടുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. കോഴി അതാ പണ്ട് നിന്ന കോഴിയുടെ കാലെന്നും പറഞ്ഞ് അതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പരിവൊക്കെ ഇടാം. അപ്പൊ ഇവനെ പറഞ്ഞു കല്യാണം നടന്ന് അതുകൊണ്ട് വരാനൊക്കത്തില്ല. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു 2 കാളെ ഈയിടെ മേടിച്ചു. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം. അതിന് എണ്ണയൊക്കെ തേച്ച് നിർത്തിയിരിക്കുക. സ്തോത്രം. ഒരുത്തൻ പറഞ്ഞു ഇച്ചിരി നിലമെല്ലാം മേടിച്ചിട്ടുണ്ട്, ചൊളു വിലയ്ക്ക് കിട്ടിയതാ. അപ്പൊ അത് അതിന്റെ കാര്യം വിളിച്ചവനെല്ലാം സമയമായപ്പം ഒഴികഴി പറഞ്ഞു. സാറ് കൊടുത്തൊരു പ്രയോഗമുണ്ട്. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുടക്കുണ്ടു കാളകളാൽ അപരനു ഭാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുടക്കുണ്ടു കാളകളാൽ അപരനു ഭാരം. രാജാത്മജ വിടുന്നതിൻ വിവരം, രാജാത്മജ വിടുന്നതിൻ ഈ ഉപമയോ മകസാരം, രാജാത്മജ വിടുന്നതിൻ വിവരം, ഈ ഉപമയോ മകസാരം, രാജാത്മജ വിടുന്നതിൻ വിവരം. രാജനോ വിളിച്ചു ചൊന്നു ശുഭ്രവസ്ത്രം വിട്ടോ, രാജവീരുന്നിൽ കടക്ക പതിബന്ധു മട്ടോ, നമ്മെ ഇവൻ നിന്നികയാൽ ഇരുട്ടിങ്കലിട്ടോ, നല്ല ചിറ്റ കൊടുക്കണം തീകടലിൽ ചൂട്ടോ. പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്നാളെ ഞാൻ പറഞ്ഞു പാടാൻ നേരമില്ല. ഒരു തള്ള പറഞ്ഞു പാടാനല്ലല്ലോ വിളിച്ചത്, പ്രസംഗിക്കാനല്ലേ വിളിച്ചത്. അമ്മച്ചി കറക്റ്റ് കാര്യം പറഞ്ഞു. എന്നാലും നമ്മുടെ രീതികൾ ഇങ്ങനെ ഈ 2 ശീല പാടുവേ അതിലാ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഈ എല്ലാരും ഒഴിവഴി പറയുക. അപ്പൊ പറവോനോട് പറഞ്ഞു ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. ഇവൻ എന്ത് ചെയ്താ വിടുകയല്ല, ഇവൻ ഓരോ ഉപാധികൾ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അമ്മാമ്മ നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും തമ്പേറടിക്ക് ഇഷ്ടമാണ്, നിങ്ങളങ്ങ് പാടുമ്പോൾ ഞങ്ങൾക്കും അങ്ങ് തോന്നുക അങ്ങോട്ടങ്ങ് വന്നാൽ. പിന്നെ എൻ്റെ കുഞ്ഞമ്മ വരാത്ത സെമിത്തേരി ഉണ്ടോ, നീ ജാകാൻ വരുവാന്നോ? പിന്നെ അടുത്ത് കല്യാണം നടക്കുമോ? കല്യാണം നടക്കുമോ? ഓരോരോ ഉപാധികളാണ്. അമ്മച്ചിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ
അതിനാ അമ്മച്ചിക്ക് അവിടെ തന്നെ കിടക്കണമെന്നാ? അതുകൊണ്ട് അമ്മച്ചി ഞങ്ങളെ കിടത്തിയേച്ച് പിന്നെ ഈയോടി അമ്മച്ചി കിടക്കുമ്പോൾ നീ കിടപ്പാവുമെന്ന് എങ്ങനെ അറിഞ്ഞു? ഇത് സുപ്രസാര കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. നാളത്തേക്ക് നീട്ടരുത്. ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുക. നല്ല അവസരം ദൈവം നിനക്ക് തരിക. സ്തോത്രം, സ്തോത്രം. നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. ആ മരണത്തിന്റെ കരം വന്ന് നിന്നെ തപ്പി അങ്ങ് കൊണ്ടുപോകുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരേ ഒരു മാർഗം നസറയനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. അപ്പൊ ഈ കക്ഷി ഒത്തിരി ഉപാധി പറഞ്ഞു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല, ജനത്തെ കൊണ്ടുപോകും. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, ബാധ അയക്കാൻ പോവാന്ന് പറഞ്ഞു. ബാധ. അപ്പോൾ മിസ്രയീം ദേശത്ത് പല ബാധകൾ വിട്ടു. എന്തൊക്കെയാ? ആദ്യത്തെ ബാധ ഏതാ അമ്മേ? വെള്ളം. പിന്നെ പിന്നെ ഓർഡറിലാന്നല്ലേ പറയുന്ന സഹോദരി, പേരെന്തുവാ? കണ്ണാടി. ഓർഡറിലാ പറഞ്ഞത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, പുസ്തകം അറിയാവുന്നവരും വേണം. അപ്പൊ മിസ്രയീം ദേശത്ത് വിട്ട ബാധകളിൽ ഒരു ബാധയാണ്, മൂന്നാമത്തെ ബാധയാ പേൻ. പേൻ. എന്നാലും മനസ്സിലായ ഒരു ബാധയാ. അപ്പൊ പേനെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. ഈ പേനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ മനുഷ്യന്റെ മൃഗത്തിന്റെ എല്ലാം ദേഹത്തങ്ങ് പേനെ കൊണ്ടങ്ങ് അയ്യര് കളിയാ. എല്ലാം ചൊറഞ്ഞും മാന്തി ഇരിക്കുക, ഞോട്ട വിട്ടും ചൊറഞ്ഞും മാന്തി. അപ്പം പേനെ കൊണ്ട് പൊറുതി മുട്ടിയാണ്. എന്നാൽ ഈ പേൻ മാറാനുള്ള മാർഗമല്ല, മന്ത്രവാദികളും പേനുണ്ടാക്കാൻ നോക്കുക. എങ്ങനുണ്ട്? എന്നാൽ ഉള്ള പേൻ എങ്ങനെയും മല്ലച്ചാതി പോകുക എന്നുള്ളതല്ല. ഇവന്മാർ ഉടനെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, കഴിഞ്ഞില്ല. അപ്പൊ മന്ത്രവാദികൾ പറയുന്ന ഒരു പദമുണ്ട്. അങ്ങനെ തിരുമേനിയോട് പറയുക, തിരുമനസിനോട്, ചക്രവർത്തിയോട്, പറവനോട് പറയുക, അങ്ങനെ ഈ പേൻ വരാൻ കാരണം എണ്ണക്കേടൊന്നും അല്ല. നമ്മളെന്താ പറയുക? എണ്ണക്കേടാ, എണ്ണ മാറി തേച്ചേന്റെയാ. സ്തോത്രം. നേരത്തെ ആസനമനുഷ്ഠാതി ആദ്യമാക്കുന്നത്, ഇപ്പം ബല കുളിച്ചാതി ആയതുകൊണ്ടാ. കാച്ചി എണ്ണയായിരുന്നു, ഇപ്പൊ കാച്ചാത്ത എണ്ണയാ. ഇത് എണ്ണ കാച്ചിയതിൻ്റെയോ എണ്ണക്കേടോ ക്ലൈമറ്റ് മാറിയതോ ഒന്നുമല്ല. മന്ത്രവാദികളാണെങ്കിലും അവന്മാർക്ക് ബോധമുണ്ട്. അവന്മാർ എൻ്റെ തിരുമേനി ഇത് എണ്ണക്കേടോ ക്ലൈമറ്റ് മാറിയതൊന്നുമല്ല, ഇത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കയ്യാണ്. സത്യദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ഭജിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തൻ്റെ ജനത്തെ നീ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരലാ. അവിടുത്തെ വിരല, അവിടുത്തെ കൈ ചലിച്ചിരിക്കുന്നതാ ഈ പേനെ കൊണ്ട് പൊറുതി മുട്ടുന്നത്. വായിച്ചേ, 8-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചോ. പുറപ്പാട് പുസ്തകം 8:18 മുതൽ. അയ്യോടി ഉറങ്ങിയിരിക്കാന്ന മൈക്ക് കൊടുക്കുക. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കുവാൻ അതുപോലെ ചെയ്തു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കാൻ അതുപോലെ ചെയ്തു. അടുത്തത് അവർക്ക് കഴിഞ്ഞില്ല. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരല, ഇത് ദൈവത്തിന്റെ വിരല എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ഭജിക്കുവാൻ നീ ജനത്തെ വിട്ടുകൊടുക്കാതെ അവരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് തടയുന്നത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കയ്യാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, ജീവനുള്ള ദൈവത്തെ ഭജിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ വിട്ടുകൊടുക്കാതെ നീ തടയുന്നുണ്ടെങ്കിൽ ആരാധനക്കെതിരെ, കൂട്ടായ്മയ്ക്കെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ, ആത്മിക ശുശ്രൂഷകൾക്കെതിരെ നീ തടസ്സമിട്ടാൽ ദൈവത്തിന്റെ കൈ നിനക്ക് ഭാരമാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഈ കരം ഭാരമാകരുത്. ഈ കരം അനുഗ്രഹത്തിന്റെ കരമാകണം. ഈ കരം വിടുതലിന്റെ കരമാകണം. വന്നവർക്കെല്ലാം ഇത് നീക്കുപോക്കിന്റെ കരമായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവജനത്തെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാത്തതിന് ദൈവത്തിന്റെ കൈ ഭാരമായി. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? ഈ പുസ്തകം പഠിപ്പിക്കുന്ന അങ്ങനെ കന്നുകാലിയെ ആരാധിക്കരുത്, കന്നുകാലിയെ ഉപദ്രവിക്കരുത്, ആരാധിക്കുകയും ചെയ്യരുത്. ചുമ്മാ പശുവിനെ തൊഴിക്കുകയൊന്നും ചെയ്യരുത്. അതവിടെ വന്ന് പുല്ല് തിന്നട്ടെ, ഒക്കുന്നെങ്കിൽ അതിനൊരു പുല്ലോ എന്തെങ്കിലും കൊണ്ട് കൊടുക്ക്.
ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. സ്തോത്രം. മനുഷ്യനെ ആരാധിക്കണ്ട, മനുഷ്യനെ ബഹുമാനിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം. വ്യക്തികൾക്ക് വ്യക്തിത്വമുണ്ട്, അതിനെ ബഹുമാനിക്കണം, ഹനിക്കരുത്. പക്ഷേ മനുഷ്യനെ ആരാധിക്കണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. പക്ഷീനെയും പറവേനെയും ഒന്നും ആരാധിക്കരുത്. ഇപ്പൊ നിയമങ്ങളൊക്കെ ഉണ്ട്, എല്ലാ പക്ഷീനെയും ഒന്നും വളർത്താനൊന്നും ഒക്കത്തില്ല. എന്നെ പാത്തുമൊക്കെ എല്ലാവരും വളർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, തത്തമ്മേ അല്ല ഇനിയിപ്പം അപ്പം പക്ഷികളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. പക്ഷേ ആരാധിക്കണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ഹനിക്കരുത്, നശിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. പക്ഷേ അതിനെയൊന്നും ആരാധിക്കണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങൾ, അണ്ടകടാകൾ, നക്ഷത്രങ്ങൾ, സൂര്യനെ, ചന്ദ്രനെ ആരാധിക്കണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ആരാന്നറിയാമോ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ച ഒരുവനുണ്ട്. ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഒരുവനുണ്ട്. ഈ കാണുന്ന അണ്ടകടാകത്തെ നിർമ്മിച്ച ഒരുവനുണ്ട്. അവൻ സങ്കീർത്തനക്കാരൻ പാടി നമുക്കറിയാം, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. ആ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. സ്പർശിപ്പാന സാധ്യനായി, ദർശിപ്പാന പ്രത്യക്ഷനായി, സ്പർശിപ്പാന സാധ്യനായി, ദർശിപ്പാന പ്രത്യക്ഷനായി, സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഉർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ സമയം കൂടെ നോക്കിയാൽ പെട്ടെന്ന് ഓടിച്ചങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം നോക്കുകയുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ വരുമ്പം ഇച്ചിരിയേറെ സമയമെടുത്ത് ശുശ്രൂഷിക്കുന്നതാ കുറച്ചുകൂടെ തൃപ്തി. എന്നാലും നിങ്ങളെല്ലാം സഹകരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ചടേന്ന് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എതിർക്കുന്നവർക്ക് ഈ കരം
ന്യായവതിയുടെ കരമാ. അപ്പൊ സത്യദൈവത്തെ ആരാധിക്കാൻ തടഞ്ഞു വെച്ചത് കൊണ്ട് ദൈവത്തിന്റെ ന്യായവതിയുടെ കരം അവിടെ വെളിപ്പെട്ടു. ഇതുപോലെ ഇസ്രായേലിൽ പണ്ട് പെലിസ്തീര് പെട്ടകം പിടിച്ചുകൊണ്ട് പോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ച് അയാൾ പൊത്തൊന്ന് താഴെ വീണു. പിറ്റേന്നെടുത്ത് ഒന്നുകൂടെ പുള്ളിയെ ഇങ്ങനെ ഇരിക്കച്ചാന്ന് പറഞ്ഞു. അയാൾ പിന്നെയും താഴെ കിടക്കുന്നു. പിറ്റേന്ന് ചെന്നപ്പം കൈ ഓടലും എല്ലാം കൂടെ താണ്ട പരുവക്കേട് കിടക്കുന്നു. വന്ന ജനത്തിന് മുഴുവൻ മൂലരോഗം, ഒരെണ്ണത്തിന് സ്വസ്ഥതയില്ല. അപ്പൊ അതുങ്ങളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാ, അല്ലാതെ ചിക്കൻ കഴിച്ചോ ഒന്നും അല്ലെന്ന്. കടലയും പരിപ്പും പയറും ഒന്നും അല്ലെന്ന് വിഷയം, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാന്ന് പറഞ്ഞ്. ഞാൻ വിവരിക്കുന്നില്ല. നീ പ്രമാണം ഇല്ലാതെ ഈ പെട്ടകം എടുത്തുകൊണ്ട് പോയത് കൊണ്ട് ദൈവത്തിന്റെ കയ്യാ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. എതിർക്കുന്നവർക്ക് ഈ കരം ന്യായവതി കരമാണ്, എന്നാൽ അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാ. ദൈവത്തിന്റെ കൈ വന്നാൽ, ദൈവം നിന്നെ സ്പർശിച്ചാൽ, ദൈവം നിന്നെ തൊട്ടാൽ എന്തൊക്കെ സംഭവിക്കും? കമ്പിവാചകം പോലെ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ട് ഞാൻ വാക്യം പറയാ, എടുത്തു വെച്ചേച്ച് പിന്നെ വായിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8 പിന്നെ വായിക്കണം. അത് കഴിഞ്ഞ് എസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 1, 2 ജൈനമ്മ വായിക്കണം. അത് കഴിഞ്ഞ് എസ്കേൽ 37-ന്റെ 1, 2 വായിക്കണം. അത് കഴിഞ്ഞ് മത്തായി 8-ാം അധ്യായത്തിന്റെ 1, 2 വായിക്കണം. പിന്നെ മത്തായി 15-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് 19-ന്റെ 13 മുതൽ താഴോട്ട് വായിക്കണം. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. 16 എടുത്ത് വായിക്കണം. പിന്നെ ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 50 വായിക്കണം. ഒക്കുന്നെങ്കിൽ ഇത്ര മായിര്, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വായിക്കാൻ ബാക്കി. ആദ്യ ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 മുതൽ താഴോട്ട് വായിച്ചേ. രാത്രിയിൽ അവൻ എഴുന്നേറ്റ്, ഞാൻ പറഞ്ഞോളാം അമ്മാമ്മ വാക്യം വായിര്. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. പിന്നെ അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടന്നു. യാക്കോബ് തനിയെ ചടിച്ചപ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്ക വന്നു. ഉഷസാകുവോളം ദൂതനോട് മല്ല് പിടിച്ചു. എന്നെ വിടുക, ഉഷസുദിക്കുന്നില്ല പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. എന്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇനി ആ 33-ന്റെ 4-ാം വാക്യം താഴെ മറിക്കേണ്ട താഴെ. ഏശാവ് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് കടുത്തി വീണ് ചുംബിച്ച് ആലിംഗനം ചെയ്ത് 2 പേരും കരഞ്ഞു. ഞാൻ ഇനിയും പറയാം. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഇവിടെ ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ ചരിത്രമൊക്കെ വിശദീകരിച്ച് പ്രസംഗിക്കേണ്ടത് അതിനിപ്പം തുനിയുന്നില്ല. അമ്മാവിയപ്പന്റെ അല്ല എന്തുവാ 2 പേരുടെ വർത്താനം പറഞ്ഞാണ്ടിരുന്ന് പറയുന്നത് എന്തുവാ അമ്മാമേ? പറ, സമയം പോയോ? ഏതാണ്ട് പറഞ്ഞു. എന്തുവാ പറഞ്ഞു? അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഇവിടെ അമ്മാവിയപ്പന്റെ അല്ല അമ്മാച്ചന്റെ വീട് വിട്ടു പോരുന്ന യാക്കോബും തന്റെ കുടുംബാംഗങ്ങളും, 2 ഭാര്യ റാഗേല് ലേയായ പഴയ നിയമ പ്രമാണമാ, 2 ദാസി ബിൽഗ ശില്പ, 10-11 പിള്ളേര് നല്ല കലാബുല് പോലെ, രൂബേന്, ശിമയോന്, ലേവി, യഹൂദ, നഫ്താലി, ആശേർ, ശെബൂലൂൻ എന്ന് വേണ്ട നല്ല കലാബുലി പോലെ 10-11 ആമ്പിള്ളേര്, എന്തിനു വേദനിക്കാത്തവന്മാര്. ഇതുങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് യാക്കോബ് അമ്മാവിയപ്പന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി പുറപ്പെടുക. 20 കൊല്ലം മുമ്പ് അങ്ങോട്ട് എന്നതാ. അങ്ങോട്ട് പോയ ചരിത്രം ഞാൻ ചേട്ടനെ പേടിച്ച് ഓടിയതാ. ഒറ്റ ഓട്ടത്തിന് പുള്ളി പിന്നെ 16-ാമില്ല ഇടയ്ക്കൊന്ന് തങ്ങി ലൂസല്ല സ്ഥലത്ത് വന്ന് തങ്ങി. അന്ന് രാത്രി ദൈവം തന്നോട് ഇടപെടുകയും ചെയ്തു. അവിടുന്ന് പിന്നെ ചെന്ന് ആ 16-ാമിൽ അമ്മായിയപ്പന്റെ അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നതാ. ദൈവം ഈ സഹോദരനെ അനുഗ്രഹിച്ച് സമ്പത്തുമൊക്കെ കൊടുത്തു, ഭാര്യമാരെയും പിള്ളേരെയൊക്കെ ദൈവം കൊടുത്തു. ചേട്ടനെ പേടിച്ച അവിടെ ചെന്നത്. ഇപ്പത്തെ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ മേല. അളിയന്മാരുടെ ഡയലോഗ് അത്ര നല്ലതല്ല. എത്രയാന്ന് പറഞ്ഞാൽ ദത്ത് നിന്നാൽ അതിൻ്റെതായ ക്ഷീണം. പിന്നെ നിന്നിട്ടുള്ളവരോട് ചോദിക്കരുത്, അതിൻ്റെതായ ക്ഷീണം അവർക്ക് എപ്പോഴും അവരുടെ വീടെന്നൊരു ചെറിയ പിന്നെ നമ്മൾ വർത്താനം പറയാൻ പോലും ചിലപ്പം അച്ഛൻ അങ്ങോട്ട് മാറുമ്പോൾ പറയും എൻ്റെ വീടാണ്. പുള്ളി കേൾക്കാറാന്നേലും പറയും. അപ്പൊ അത് അങ്ങനെ ചില ക്ഷീണമൊക്കെ വരും. എന്തായാലും കൊള്ളാം, ഈ അളിയന്മാരുടെ ഡയലോഗ് അത്ര നല്ലതല്ല. ഒരുത്തനോട് പറഞ്ഞു, പിന്നെ ഞായറാഴ്ച
നമ്മുടെ അളിയൻ ജേക്കബ് ഇപ്പൊ അനുഗ്രഹമൊക്കെ പ്രാപിച്ചു. പിന്നെ അവന് ആടുമാടുകളെല്ലാം ഇഷ്ടം പോലെ കന്നാലി ദൈവം അനുഗ്രഹിച്ചു ഒന്നുമല്ല. അവന് മറ്റേ ചോദിച്ചു, പിന്നെ എങ്ങനെയാടാ കറിയാച്ചാ? ഇയോടി നമ്മുടെ അപ്പച്ചനെ കളിപ്പിച്ച് അവനിതെല്ലാം ഉണ്ടാക്കിയത്. ഇത് യാക്കോബ് കേട്ടു യുവമാരുടെ ഈ ഡയലോഗ്. യാക്കോബിനെ കേൾക്കാത്ത ഭാവത്തിലൊക്കെ അങ്ങ് ദത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒക്കുള്ളൂ. എല്ലാത്തിനും കയറി മറുപടി പറയരുത്. മനസ്സിലായോ? കേൾക്കേണ്ടതാത്തൊക്കെ അവിടെ കേൾക്കുമ്പോൾ അതിന് കയറി മറുപടി പറയരുത്. ഒക്കെ മൗനമായിട്ടിരുന്നോണം. മനസ്സിലായി? ഇവന്മാർക്ക് ഉള്ളിൽ വലിയ താല്പര്യമൊന്നും, പിന്നെ ചുമ്മാ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് സ്തോത്രം, അകത്ത് വലിയ തൃപ്തിയൊന്നുമില്ല. യാക്കോബിന് പിടികിട്ടി. യാക്കോബ് ഉടനെ അമ്മായിയപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ച് കണക്കൂട്ടിയ മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്ന പരിവക്കേടാ. വയലിലോട്ട് പോയിട്ട് പെമ്പളമാരെ എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, റേച്ചലെ ഞാൻ ഇവിടുന്ന് പോവുക, നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? അപ്പനെ ആങ്ങളമാരെയല്ലേ അവർക്ക് നന്നായിട്ട് അറിയാം, അത് നിങ്ങളെല്ലാം കൂടെ പോകുന്നു. അപ്പോൾ ഭാര്യമാരെയും പിള്ളേരെയും എല്ലാം കൂടെ കൂട്ടി യാക്കോബ് യാത്ര തിരിച്ചു. അങ്ങനെ നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, യാബോക്ക് കടവിന്റെ തീരത്ത് വന്നു. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി അന്ന് രാത്രി യാക്കോബ് ആ കടവിൽ നിൽക്കുക. അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ അവിടെ വെളിപ്പെട്ടു. പ്രശ്നകലുഷിതമായ അന്തരീക്ഷം. ചേട്ടനെ പേടിച്ചാൽ ഇവിടെ വന്നിപ്പോ ഇവിടെ നിൽക്കാൻ മേല, മുഴുവൻ അസ്വസ്ഥത. ഭാര്യമാരോടും പിള്ളേരോടും ഒന്നും ഇത് പറയാനും ഒക്കത്തില്ല. എല്ലാം വിവരിച്ചേ, എല്ലാം ഒന്നും വിവരിച്ച് പറയാനും ഒക്കത്തില്ല. എടി ചേട്ടൻ എന്നെ കൊടുവാളുമായിട്ട് വെട്ടാൻ വന്നതാ, ഞാൻ നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോന്നതാ, അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. എവളുമാര് കയറി ചിലപ്പോൾ കൊമ്പ് കോർക്കും. പിന്നെ നമ്മൾ ആ ചേട്ടായി എന്നാ കൊണ്ട് വിഷയമെന്ന് പറഞ്ഞാൽ എവളെ ഉടനെ മുഖം വീർപ്പിച്ച് നിൽക്കും. എല്ലാ കാര്യവും ഒന്നും പറയരുത്, കുറച്ചൊക്കെ ശ്രദ്ധിച്ചു വേണം. അപ്പൊ അതുകൊണ്ട് യാക്കോബ് തിങ്ങി മിങ്ങുന്ന ഹൃദയവേദനയുണ്ട്. ആ കടവിങ്കൽ ശേഷിച്ചപ്പോൾ അന്ന് രാത്രി ദൂതൻ അവിടെ ഇറങ്ങി. ആ ദൂതനുമായിട്ട് യാക്കോബ് മല്ലി പിടിച്ചെന്ന് പറഞ്ഞാൽ ഗുസ്തി പിടിച്ചെന്നല്ല, ഹോശിയ പ്രവചനം കൂടെ ചേർത്ത് പിടിച്ചാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാത്രി യാക്കോബ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം എന്നാന്നറിയാമോ? ചേട്ടൻ കൊല്ലാൻ നിൽക്കുക, ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? ഭാര്യമാരോടും പിള്ളേരോടും പറയാനും ഒക്കത്തില്ല. മനോവേദനയോടെ നിൽക്കുന്ന യാക്കോബ് അന്ന് രാത്രി ദൂതനുമായിട്ട് മല്ലി പിടിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. പുരുഷപ്രായത്തിൽ പൊരുതി എന്ന പ്രാർത്ഥനയിൽ പോരാടി. നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിന്നില്ല. അപ്പോൾ ദൂതൻ പറഞ്ഞു, ജേക്കബേ എന്നെ വിടടാ, നേരം വെളുക്കുന്നു. യാക്കോബ് ഇങ്ങനെ പറഞ്ഞു കാണ്, ഉഷസുദിച്ചാലും കൊള്ളാം, നേരം വെളുത്താലും കൊള്ളാം, സൂര്യൻ ഉദിച്ചാലും കൊള്ളാം, ഉച്ചയായാലും കൊള്ളാം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ടിപിഎംകാര് പാടുന്നൊരു പാട്ടുണ്ട്, എന്നെ ഞാൻ അനുഗ്രഹിക്കാം ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കാം, ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ വായിക്കുന്ന പദം ഇങ്ങനെ, ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ കൈകൊണ്ട് യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. നമ്മുടെ കുറുവാക്യം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ. ഈ ദൂതൻ എന്നവിടെ പറയുന്നത് സർവജ്ഞനായ ദൈവം തന്നെ. പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ ദൂതൻ എന്ന് പറയുന്നത് അതിന്റെ മുമ്പും പിൻപുമുള്ള വാക്യങ്ങൾ പഠിച്ചാൽ യഹോവയായ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാണ് നല്ലത്. സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കരം കൊണ്ട് യാക്കോബിനെ തൊട്ടപ്പോൾ എന്തോ സംഭവിച്ചു. നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ പേര് ജേക്കബ് എന്ന. യാക്കോബ് പണ്ട് അപ്പച്ചൻ്റെ മുൻപിൽ കള്ളം പറഞ്ഞതാ, പക്ഷെ ദൈവം മുമ്പ് ആകെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു, എൻ്റെ പേര് ജേക്കബ്. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞത് കൊണ്ടും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് കൊണ്ട് നിന്റെ പേരിന് ജേക്കബ് എന്നല്ല, ഇസ്രായേൽ പ്രഭു എന്ന് വിളിക്കപ്പെടും. ആമേൻ. പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ കൊല്ലാൻ നിന്ന ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്ത് വീണ് ചുംബിച്ച് രണ്ടുപേരും കരഞ്ഞു എന്ന് പറഞ്ഞാൽ വിരോധമായി നിന്നവൻ അനുകൂലപ്പെട്ടു വരുവാനിടയായി.
ഇന്ന് രാത്രിയിലെ വിഷയം ഇതാ, അവൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയില്ല. ഒന്ന്, ദൈവം നിന്നെ തൊട്ടാൽ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ, ഒന്ന്, നിന്റെ പേരും പ്രകൃതിയും മാറി വിരോധമായി നിൽക്കുന്നവരെല്ലാം അനുകൂലപ്പെട്ടു വരും. വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേർന്ന് വരും. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ഏകരായിട്ട് ഈ മാർഗത്തിൽ വന്ന് ദൈവവൈതലേ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അവൻ ദൈവം തമ്പുരാൻ നിന്നെ തൊട്ടാൽ, ദൈവം നിന്നെ സ്പർശിച്ചാൽ, ദൈവം നിന്നെ ആമനത്തെ തലോടിയാൽ, വിരോധമായി നിൽക്കുന്നവൻ അനുകൂലപ്പെട്ടു വരും. നിന്റെ പേരും പ്രകൃതിയും മാറി ദൈവം നിന്നെ ഉയർത്തും. നീ താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കും. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. അവൻ സ്തോത്രം നീ ദൈവകരങ്ങളിൽ സമർപ്പിക്ക്. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കുറുകിയിട്ടില്ല. ദൈവം നിന്നെ സ്പർശിച്ചാൽ, ദൈവം നിന്നെ തൊട്ടാൽ, അവൻ സ്തോത്രം പേരും പ്രകൃതിയും സ്ഥിതിയും മാറ്റി വിരോധമായി നിൽക്കുന്നവരെല്ലാം അനുകൂലപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ വാക്യങ്ങളെല്ലാം എടുപ്പിച്ച് വായിച്ച് സമയം കളയുവാൻ തുനിയുന്നില്ല. ദൈവത്തിന്റെ മകത്ത് വിശദീകരിച്ചാ പോകേണ്ടതെങ്കിലും ഓടിച്ചു പറട്ടെ. ഒന്ന്, യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. രണ്ട്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:7 പഠിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് ഏലിയാവിനെ തട്ടി. അങ്ങനെ ഏലിയാവിനെ തട്ടി. യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. ഒരുത്തനെ തൊട്ടു, ഒരുത്തനെ തട്ടി. ഞാൻ പറയാനുണ്ട്, തൊട്ടിട്ട് ബലപ്പെട്ടില്ലേ തമ്പുരാന്നല്ല, തട്ടും. തൊടുമ്പളെ അങ്ങ് ബലപ്പെട്ടോണം, ഇല്ല തട്ട് കിട്ടും. ചിലരെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിഴയും കൊടുത്തെങ്കിലേ ഗുണമാകുള്ളൂ. ആദ്യമേ അങ്ങ് ഗുണമായാലോ? സ്തോത്രം. ഈ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല രക്ഷിക്കാൻ. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല രക്ഷിക്കാൻ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വാതിൽ, യേശുക്രിസ്തു മാത്രം. അതങ്ങ് വിശ്വസിച്ചാ പോരെ, ഏറ്റെടുത്താ പോരെ, അനുഗമിച്ചാ പോരെ, അംഗീകരിച്ചാ പോരെ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയല്ലേ. ഏലിയാവിനെ വന്ന് തട്ടി. തട്ടാൻ കാര്യമുണ്ട്. പുള്ളി ആകെ പേടിച്ചരണ്ട് കിടക്കുക. തന്നെയല്ല, ആ തള്ള ഏതാണ്ടെല്ലാം പറഞ്ഞ് എൻ്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അവരിൽ ഒരുത്തനെ പോലെ ഇങ്ങനെ ഞാൻ കണ്ടിക്കും. ഇതാ തള്ള പറഞ്ഞത്. ഈ പാവത്താൻ പേടിച്ചു. ഇതിനെപ്പറ്റി വേദ പഠിതാക്കൾ പറയുന്നത്, ഏലിയാവ് ധീരനായിരുന്നു, മിടുമിടുക്കനായിരുന്നു. അതല്ലേ പ്രവാചകന്മാരെ എല്ലാം നിന്ന് അറഞ്ഞു പിടിച്ചു വെച്ചാൽ നിന്ന്. പക്ഷെ ഇത് പേടിക്കാനുള്ളതിൻ്റെ ഒരു കാരണം വേദപഠിതാക്കൾ പറയുന്നത് ഇസബേല് പറഞ്ഞ ഡയലോഗാ. ആ വായിച്ചേ, 19:1 മുതൽ പെട്ടെന്ന് വായിച്ചോ മാമേ. അവൻ സകല പ്രവാചകന്മാരെയും, ഏലിയാവ് ചെയ്തതൊക്കെ അവൻ സകല പ്രവാചകന്മാരെയും കൊന്ന വിവരമൊക്കെ ആഹാബ് ഇസ്രായേലിനോട് പറഞ്ഞു. പുള്ളി എന്നോടെല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ അവനിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല. അതിന്റെ കാരണം കൂടെ പറയാം. എല്ലാം വിവരിക്കാൻ വാക്യങ്ങൾ എടുക്കാൻ നേരമില്ല. ഇസബേലി പറഞ്ഞു, നാളെ നിന്നെ കൊല്ലുമെന്ന്. കാരണം പറയാ, അവരിലൊരുത്തന്റെ ജീവനെ പോലെ നിന്റെ ജീവനെ ആക്കുന്നില്ലെങ്കിൽ ദൈവങ്ങൾ എന്നോട് അധികം ചെയ്യട്ടെന്ന്. അതിന്റെ കാരണം കൂടെ പറയാ. ഈ ഇസബേലിനെ പറ്റി പറയുന്നത്, ഇവളെ ക്ഷുദ്രം ചെയ്യുന്നവളാ. അതാ യേഹൂ ഇസ്രായേലി വന്നപ്പോൾ യോരാൻ ചോദിച്ചു, യേഹൂവേ നിനക്ക് സമാധാനമാണോ? അപ്പൊ യേഹൂ പറഞ്ഞൊരു പദമുണ്ട്, എനിക്ക് സമാധാനമോ? എടാ, നിന്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രം, ആഭിചാരം ഇതുപോലെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് സ്വസ്ഥത വല്ലതും കിട്ടുമോ? അങ്ങനെ ചേർത്ത് പഠിച്ചാൽ ഇവള് ക്ഷുദ്രം ചെയ്യുന്നവളാ, ആഭിചാരം ചെയ്യുന്നവളാ. അപ്പോൾ വേദപഠിതാക്കൾ പറഞ്ഞത്, ആഭിചാര ശക്തി ആമൻ ശക്തമായി വന്ന് അതിന്റെ ഭയവും കൂടെ കയറി. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്റെ കൈ കൊണ്ട് അവനെ തട്ടി. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൈവമക്കളോടൊരു കാര്യം പറയാ. നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, സന്തതിക്ക് വിരോധമായി, ശുശ്രൂഷയ്ക്ക് വിരോധമായി, ആത്മമണ്ഡലങ്ങൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി ആഭിചാരമോ മന്ത്രവാദമോ ക്ഷുദ്രമോ എന്തെങ്കിലും തന്ത്രപ്രയോഗങ്ങളുണ്ടെങ്കിൽ നീ ചഞ്ചലിക്കണ്ട. നിന്നെ തൊട്ട് ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്.
ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല, ലക്ഷണവിദ്യ ഇസ്രയോട് ഫലിക്കത്തില്ല. ഞാൻ പലയിടത്തും പറയാനുണ്ട്, ആ വിചാരവും മന്ത്രവാദമുള്ള സ്ഥലത്ത് അവൻ സ്വോത്രം ദൈവമക്കളെ ഒന്ന് വിട്ടേ. ദൈവമക്കളെന്ന് എല്ലാ പെന്തിക്കോസുകാരുമല്ല, രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, വേർപാട് പാലിക്കുന്ന ദൈവമക്കൾ ആ വിചാരവും മന്ത്രവാദവും ക്ഷുദ്രമുള്ള സ്ഥലങ്ങളിലോ വീടുകളിലോ ദേശത്തോ ചെന്നാൽ ഒരു ശക്തി നിന്നെ തൊടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ശക്തി നിന്നെ അവൻ തൊടത്തില്ല. ആ വിചാരം നിനക്ക് പറ്റത്തില്ല. ലക്ഷണവിദ്യ ഫലിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പനങ്ങൾ, വിചാരങ്ങൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കി ആത്മാവിൽ ബലപ്പെട്ട് വേണം പോകാൻ. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി, സന്തതിക്കും സന്തതിയുടെ സന്താനങ്ങൾക്ക് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, ആത്മപ്രവർത്തനങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ആഭിചാരത്തിന്റെ ശക്തികളെ വെട്ടിമാറ്റുന്ന ദൈവശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുക. വിശ്വസിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ, നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. തീമതലായി കൂടെ ഇരിക്കും. ദൈവം നിനക്ക് ചുറ്റും പേളയ പറഞ്ഞ് നിന്നെ വിടുവിക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. അത് അധികം വിവരിക്കുന്നില്ല. തട്ടി ബലപ്പെടുത്തി വെച്ച് പറഞ്ഞ് എഴുന്നേറ്റ് ഭക്ഷിച്ച് പാനം ചെയ്ത് നിനക്ക് ദൂരയാത്രയുണ്ട്. അവൻ ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരോവോളം നടന്നു. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമുറിവേറ്റതാതൻ തഞ്ചമേകിടും. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമുറിവേറ്റതാതൻ തഞ്ചമേകിടും. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഇങ്ങനെയുള്ള ദുഷ്ടശക്തികൾ ഓർത്ത് ഭയപ്പെടരുത്. നിന്നെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. 2, ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ മരണഭീതികളും ആഭിചാര ശക്തികളെ അടിച്ചു മാറ്റി നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം നിന്നെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. 1, ദൈവം നിന്നെ തൊട്ടാൽ അവൻ പേരും പ്രകൃതിയും സ്ഥിതിയും മാറി വിരോധമായി നിൽക്കുന്നവൻ അനുകൂലപ്പെടും. 2, ദൈവം നിന്നെ തൊട്ടാൽ അവൻ മരണഭീതികൾ മാറ്റി ആഭിചാര ശക്തികളെ അടിച്ചു മാറ്റി നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങൾ എടുപ്പിച്ച് വായിച്ച സമയങ്ങളിൽ ഓടിച്ച് കമ്പിവാചകം പോലെ പറയാം. ദൈവത്തിന് മഹത്വം. 3, ദൈവം നിന്നെ തൊട്ടാൽ. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ കെബാർ നദിയുടെ തീരത്ത് മൂപ്പന്മാരും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ അവിടെ ഇരിക്കുക. അപ്പോൾ കൈപോലെ ഒന്ന് നീണ്ടങ്ങോട്ട് വന്ന് ആ പ്രവാചകന്റെ മുടിക്കുത്തിന് കയറി പിടിച്ച് ആ മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയി ഭൂമിക്കും ആകാശത്തിനും മീതെ ഇങ്ങനെ ഉയർത്തി. ആ കൈ അങ്ങോട്ട് വന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെന്ന് ആ കരത്തിന്റെ സ്പർശനമേറ്റ് കയ്യിൽ ഇങ്ങനെ പിടിച്ച് മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയി മേലോട്ട് മുടി പിടിച്ച് കൊണ്ടുപോയപ്പോൾ യെഹെസ്കേൽ ഓർത്ത് കാണും, തീർന്നു, ഇനി രക്ഷയില്ല. ഇവിടെ ഈ മുടി പിടിച്ച് മേലോട്ട് കൊണ്ടുപോകല്ലേ. ഇങ്ങനെ പൊക്കിക്കോണ്ട് പോയപ്പോൾ ഓർത്ത് ശുശ്രൂഷയല്ല, തീർന്നു, ഇനിയിപ്പം ഒരു പരിപാടി നടക്കത്തില്ല. താഴെ ഒന്ന് എല്ലാവരും നോക്കടാ, തീർന്നടാ, പോകുന്ന കണ്ടോടാ, തീർന്ന്. സ്തോത്രം. ഇനി പുള്ളി താഴോട്ടും വരത്തില്ല, മേളിലോട്ടും പോകുകയല്ല. ഇതോടെ മുഴുവനും തീർന്നു. അങ്ങനെ മേളിലോട്ട് കൊണ്ടുപോയി. പക്ഷേ അടുത്ത വാക്യത്തിലുണ്ട്, മേളിലോട്ട് കൊണ്ടുപോയി വേദനയുണ്ട്. മുടിക്കുത്തിന് പിടിച്ചാൽ വേദന വരികയല്ലേ, അതിവേദന. ഒരു ദൈവം നിന്നെ ഉയർത്തും. യെഹെസ്കേലിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ സ്പർശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാം എടുത്ത് മടക്കുന്ന ഞാൻ കണ്ടു. ചിലര് അടുത്തിരിക്കുന്നവരോട് വർത്താനം പറഞ്ഞു, ഇയാളുടെ ലക്ഷണം കണ്ടിട്ട് ഇന്നും നാളെ നിർത്തുന്ന ലക്ഷണം ഒന്നും ഇല്ല. അപ്പോൾ അടുത്ത വേറെ ആൾ പറയും അയാൾ അല്ലേലും അങ്ങനെ. അപ്പോൾ ചെല്ല് പറയും ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്. പല അഭിപ്രായങ്ങൾ വരും. അത് തന്നെയല്ല, ഞാൻ സമയം ചോദിച്ചപ്പം നിർത്തണം, പുള്ളി ഒന്നും പറഞ്ഞുമില്ല. ഇപ്പം ഞാനൊരു പരുവത്തിന് അങ്ങ് നിർത്തുക.
അപ്പൊ അതേ ഒക്കുള്ളു. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. യാക്കോബ് മത്തായി സുവിശേഷം 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഓടിച്ചു പറയാ, അപ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ ആണെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. കുഷ്ഠരോഗിയുടെ കാര്യം അറിയാം. പാളയത്തിന് വെളിയിൽ ആശുദ്ധനെന്ന് പുലമ്പണം ആരും അടുപ്പിക്കത്തില്ല, എങ്ങോട്ടും ചെല്ലാനും എല്ലാവരാലും വെറുക്കപ്പെട്ടവനാ, തള്ളപ്പെട്ടവനാ. അവൻ മനോവേദന, എന്നോടാർക്കും മനസ്സില്ല, നിനക്ക് എന്നോട് മനസ്സുണ്ടോ? ഇവന്റെ സ്ഥിതിഗതികളും മനോവേദന കണ്ട് യേശു പറയാ, സ്നേഹിതാ, സുഹൃത്തെ, സഹോദര, എനിക്ക് നിന്നോട് മനസ്സുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാ മനസ്സും നിനക്ക് വിരോധമാകുമ്പോൾ യേശുവിന്റെ മനസ്സ് നിനക്ക് അനുകൂലമാ. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ തള്ളിക്കളയാത്ത ഒരുവനുണ്ട്, യേശു. എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്, യേശു. എല്ലാവരും നിന്നെ വെറുക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, യേശു. എല്ലാവരും നിന്നെ ആമേൻ സ്തോത്രം ആക്ഷേപിക്കുമ്പോൾ നിന്നെ ചേർത്തുണയ്ക്കുന്ന ഒരുവനുണ്ട്, യേശു. പ്രൈസ് ദി ലോർഡ്. ഒരു പഴയ പാട്ടിലെ എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്, യേശു. അതുകൊണ്ടാണ് അവൻ ചോദിച്ച, കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ? അവന്റെ ഹൃദയവേദന കണ്ട് യേശു പറഞ്ഞു, എനിക്ക് നിന്നോട് മനസ്സുണ്ട്. കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. അടുത്ത വാക്യം, അപ്പോൾ ശുദ്ധനായി. അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത, വിശ്വാസത്തോടെ അടുത്തു വരുന്നവന് രോഗശാന്തി കൊടുക്കും. ഇന്ന് രാത്രി ഏതെങ്കിലും രോഗപീഠകളിൽ, ക്യാൻസർ ആകട്ടെ, ബ്രെയിൻ ട്യൂമർ ആകട്ടെ, കിഡ്നി പ്രോബ്ലം ആകട്ടെ, ഹാർട്ടിന്റെ പ്രശ്നമാകട്ടെ, ഷുഗർ കൂടിയതാകട്ടെ, ഏത് രോഗമാകട്ടെ, കാരണം 103-ാം സങ്കീർത്തനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും. 1-2 രോഗം സൗഖ്യമാക്കുന്നോ, ചില രോഗം സൗഖ്യമാക്കുമെന്നല്ല, സകല രോഗത്തെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അടുത്തു വന്നാൽ അവിടുത്തെ കരം സൗഖ്യം തരുന്ന കരമാ. ഇന്ന് രാത്രി രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അദൃശ്യനാകുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള ഭുജം തൊട്ട് ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം തരും. ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിടരുകളാൽ നിനക്ക് സൗഖ്യം വന്നു വിരിക്കുക. ഹല്ലേലൂയ. രോഗശാന്തിയും ആരോഗ്യം വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന രോഗബന്ധനങ്ങൾ, രോഗാത്മാവിന് ഈ രാത്രി യേശു അടിച്ചു മാറ്റും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ഒരുപക്ഷെ ക്ഷീണത്തോടെ, രോഗത്തോടെ, ഭാരത്തോടായിരിക്കും വന്നത്. തിരിച്ചങ്ങനെ പോകരുത്. വചനമയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. 107-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവനവന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന കരം. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, അവൻ യഗസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2-3 ദിവസം മുഴുവൻ വചനം കേട്ടത് അയ്യോ മക്കൾ ആരും എഴുന്നേറ്റ് പോകുന്നില്ല. നമ്മളാണ് എഴുന്നേറ്റ്, എന്തെല്ലാം ബെത്തപ്പാടാണ് നമുക്ക്, ഇല്ലയോ? ഓട്ടോക്കാരൻ പറഞ്ഞ് അവൻ 9-ന് വരാനാ പറഞ്ഞത്, താഴെ വന്ന് കിടക്കുകയായിരിക്കും, അല്ലെ കൂടെ വന്ന് എല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ബെത്തപ്പാടാ. സ്തോത്രം. പിന്നെ ചിലർ എഴുന്നേക്കാത്തത് എന്നാന്ന് ചോദിച്ചാൽ, അയാൾ വല്ലതും വിളിച്ചു പോവും. ഒന്നാമത് ബോധവും വിവരവും ഉള്ളവനല്ല. സ്തോത്രം. അയാൾ വല്ലതും വിളിച്ച് കൂവും. അയാൾക്ക് ഒന്നാമത് വിവരം ഉള്ളവനല്ല. പിന്നെ ഞങ്ങൾ വരുന്നില്ല, പിന്നെ റെജി പാസ്റ്റർ പറഞ്ഞുകൊണ്ടങ്ങ് വന്നേ ഉള്ളൂ. അയാൾക്ക് ബോധമുള്ളവനല്ല. അയാൾ വല്ലതും വിളിച്ച്, അതുകൊണ്ട് അങ്ങ് അടങ്ങിയിരിക്കുക, അല്ലാതെ തൃപ്തിയോടെ ഇരിക്കുകയല്ല. കാരണം പല ബദ്ധപ്പാടാ, ആരുടെയും കുറ്റമല്ല, പല ബദ്ധപ്പാടാ എല്ലാവർക്കും. എന്നാൽ അവിടെ യേശുവിൻ്റെ അടുക്കൽ 3 ദിവസം സ്തോത്രം, മുഖത്തോട്ട് നോക്കിയാലോ തേനിറ്റിറ്റ് വീഴുക. അതുകൊണ്ട് ഇരിക്കുന്നവരുടെ എല്ലാം കണ്ണ് അവന്റെ കണ്ണ് പറിക്കുകയല്ല, അല്ലാതെ അതിനെ കടിച്ചു കീറാനൊന്നും ഇരിക്കുകയല്ല യേശു. പിന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞിരിക്കുകയല്ല. നല്ല നല്ല പ്രഭയാണ്. അല്ല നമ്മളെ പോലെ അരിശം കയറി കടലിൽ ഇരിക്കും പോലെ ഇരിക്കുവല്ല. ഇവിടെ ഈ സമുദ്രത്തിന്റെ അടുത്തേക്കിട്ട് ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിനകത്തുന്ന ചതുരനന്മ കണ്ടവനാ കർത്താവ്. കർത്താവ് സർവജ്ഞാനിയല്ലേ. അവൻ പറഞ്ഞു, നിങ്ങൾ കമ്മിറ്റിക്കാരില്ലേ, വാളണ്ടിയേഴ്സ്, നിങ്ങൾ കൊടുക്ക് ഭക്ഷിക്കാൻ. പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. കർത്താവ് അവിടെ എല്ലാം എഴുതിയിട്ട് കർത്താവ് ചോദിച്ചു കാണും, ഒന്നുമില്ലയോ കുഞ്ഞുഞ്ഞെ? വെട്ടിനകത്ത് വീണു. അന്ത്രാപ്പൻ നടന്ന ഒരു ചെറുക്കനെ കളിപ്പിച്ച് 5 അപ്പം. അപ്പൊ അന്ത്രാപ്പന്റെ വിചാരം പൊതുയോഗം പിരിച്ചു വിട്ടേച്ച് കമ്മിറ്റി കൂടണം, കമ്മിറ്റിക്കാർക്ക് 5 അപ്പം 2 മീൻ. അതിന് കർത്താവ് അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കർത്താവ് പറയാ, ഇന്ന് കമ്മിറ്റി ഇല്ല, മൊത്തം പൊതുയോഗമാണെന്ന് പറഞ്ഞു.
വിളച്ചിലല്ല ഇന്ന് നിർത്തുക. കമ്മിറ്റി ഇന്നില്ല, മൊത്തം പന്തിക്ക് അങ്ങോട്ട് ഇരുത്താൻ പറഞ്ഞു. 5 അപ്പവും 2 മീനും അവിടുത്തെ തൃക്കരങ്ങളിലോട്ട് കൊടുത്തു. 5 അപ്പവും 2 മീനും അവിടുന്ന് കൈകളിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി വാഴ്ത്തിയച്ച് അങ്ങോട്ട് കൊടുത്തു. വിളമ്പി ഇവൻ്റെ എല്ലാം ഊപ്പാട് വന്നു. നെവരാനൊക്കുന്നില്ല, അതുപോലെ ഇതങ്ങ് പൊലിക്കുക. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്തു വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവിതം. അപ്പൊ ഈ 5 അപ്പവും 2 മീനും അവിടുത്തെ തൃക്കരങ്ങളിൽ എടുത്ത് ദൈവത്തെ വാഴ്ത്തി വെച്ച് കൊടുത്തു. വന്നവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത തന്നെ സേവിക്കുന്ന, അനുഗമിക്കുന്ന, ആരാധിക്കുന്ന, വചനം കേൾക്കുന്ന, വചനം അനുസരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കരമാ. ഇന്ന് രാത്രി നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കരം കുറുകിപ്പോയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ അവിടുത്തെ തൃക്കരം കുറുകിപ്പോയിട്ടില്ല. ചിലര് ശിശുക്കളെ അവിടുന്ന് കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവിടുത്തെ അടുക്ക കൊണ്ടുവന്നു. ശിഷ്യന്മാരവരെ വിലക്കി. അപ്പൊ യേശു പറ നമുക്കറിയാം, അങ്ങനെ ചെയ്യരുത്, ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടണം. അവിടുന്ന് തൃക്കൈ ഈ കുഞ്ഞുങ്ങളുടെ കൈ ശിരസിൽ വെച്ച് അവരെ അനുഗ്രഹിച്ചു. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാണ്. മക്കൾ അഹ്വാ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിൽ അസ്ത്ര, അങ്ങനെ യൗവനത്തിലെ മക്കൾ ഇന്ന് രാത്രി തലമുറകളുടെ ഭാവിയോർത്ത്, പഠനമോർത്ത്, അവരുടെ ജീവിതമോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് നിന്നോട് രാത്രി ദൂത് പറയുക, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ, തലമുറയെ ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അതിനെ അനുഗ്രഹിക്കുന്ന ഒരു കരമുണ്ട്. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരം. ഇന്ന് രാത്രി ആ കരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. എഗസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരം കുറുകിപ്പോയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ തലമുറകളെ അനുഗ്രഹിച്ച കരം കുറുകിപ്പോയിട്ടില്ല. ആ കരം ഇന്നും ജീവിക്കുന്ന കരമാ. എൻ്റെ വാക്കങ്ങ് നിർത്തുക. ഒടുവിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടി നമ്മുടെ കർത്താവ് കടന്നുപോയി. പങ്കപ്പാടുകൾ സഹിച്ചു, മുൾക്കിരീട ധാരയായി, അവൻ മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, മുതക ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ട് കന്നത്ത് അടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് നിന്ദകളും പീഡകളും പങ്കപ്പാടുകളും സഹിച്ച് എന്തിന്? ഞാനും നിങ്ങളും രക്ഷപ്പെടുവാൻ, ഞാനും നിങ്ങൾ നീതീകരിക്കപ്പെടുവാൻ, ഞാനും നിങ്ങൾ അവൻ നിത്യതയിലെത്തുവാൻ നമുക്ക് വേണ്ടി അവിടുന്ന് കഷ്ടാനുഭവങ്ങൾ സഹിച്ചേ. പങ്കപ്പാടുകളെല്ലാം സഹിച്ച് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവരി മേട് വരെ കുരിശുമരമെല്ലാം ചുമന്ന് വീണും വേച്ചും മറച്ചും കാൽവരിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ അവ ഇരുമ്പാണികൾ കേൾപ്പിച്ചു കൊടുത്ത നസറായൻ ഒടുവിൽ മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്തൊരു പടയാളി ദാക്ഷണ്യം കൂടാതെ കുത്തിയപ്പോൾ രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടങ്ങനെ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയുള്ള പീലാത്തോസിന്റെ അനുമാനം വാങ്ങുവാൻ രാത്രി വന്ന് നിക്കോദമോസും അരിമത്തിയിലെ യോസേപ്പും മന്ത്രിയുമാകുന്ന യോസേപ്പും കൂടെ ചെന്ന് അനുവാദം ചോദിച്ച് നമ്മുടെ കർത്താവാകുന്ന മിശിഹാനമ്പുരാന്റെ തിരുശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് ക്രമപ്പെടുത്തി അരിമത്തിയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയ്ക്കകത്ത് യെശയ്യാവ് പ്രവചിച്ചതുപോലെ ആ കല്ലറയിൽ കൊണ്ട് വെച്ചു. അവൻ കല്ലുവൊക്കെ വെച്ച് പടയാളികളെ കാവലേർപ്പെടുത്തി മുദ്രയും എല്ലാം വെച്ചെങ്കിലും അവൻ കൊരിന്ത്യലേഖനം 15 പൗലോസ് പറയും പോലെ പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം അവിടുന്ന് ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ അടിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേബാവിന്, പിന്നെ 12 പേർക്ക്, 16 പേർക്ക്, എമ്മവസി പോയവർക്ക് കടക്കരയെ വെച്ച് ബെഥാനിയെ വെച്ച് മുറിയടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ, പിന്നെ ശേഷം ചില ശിഷ്യന്മാർക്ക് പൗലോസ് പറയുക അവൻ അകാലപ്പുറജ പോലുള്ള തനിക്കും പ്രത്യക്ഷപ്പെട്ടു. അടിമ ശിഷ്യന്മാർക്കെല്ലാം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. മേരിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി, മേരി അനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി, ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവീ. സ്വർലോകരാജൻ, സ്വർലോകരാജൻ, സ്വർലോകരാജൻ തന്റെ
ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് എന്തിനേറെ അവരോട് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് 10-40 ദിവസം ഇവരുടെ കൂടെ നടക്കുകയും എടുക്കുകയും സഹകരിക്കുകയും ചെയ്ത് ഒടുവിൽ ഇവരെല്ലാം കൂടെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1. അവിടെ അന്ത്യകൽപ്പന കൊടുത്തു. എല്ലാം വിവരിക്കുന്നില്ല. അന്ത്യകൽപ്പന കൊടുത്തവര് നോക്കി നിൽക്കുമ്പോൾ യേശു മുകളിലോട്ട് പോകുക. കീപ്പോട്ടല്ല പോയത്, മുകളിലോട്ട് പോകുക. ആ മുകളിലോട്ട് കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ശിഷ്യവൃന്ദങ്ങളെല്ലാം താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ നോക്കി കണ്ണ് വെട്ടിക്കാതെ ഇമ വെട്ടിക്കാതെ കർത്താവ് മുകളിലോട്ട് സ്വർഗത്തേക്ക് പോകുന്നത് ശിഷ്യവൃന്ദങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുക. ടി കെ ശൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ആ കൂട്ടത്തിൽ പുള്ളി ഉണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അതുപോലെ ഏതായാലും നിങ്ങൾ ഇന്ന് തന്നെ പള്ളു പറയുക, അയാളെ സമയത്ത് നിർത്തിയില്ല, നന്നായി ഏതായാലും പറയുമെന്ന് എനിക്ക് ഉറപ്പാ. പറഞ്ഞു വെച്ച് പോവുകയും ചെയ്യും, പറയുകയും ചെയ്യും. ഇവിടെ പറഞ്ഞ ചങ്ങ നിർത്തുക. ടി കെ ശൗമേൽ കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ പിന്നെ കർത്താവിനെ പറ്റിയല്ലേ പറയുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പം എനിക്ക് വരികയില്ല. എന്നെ പറ്റി ഒന്നും പറയുന്നില്ല, നിങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല, കർത്താവിനെ പറ്റിയാ. അപ്പൊ ശൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുക. ഒലിവന്നോതും മലകിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. അപ്പൊ അങ്ങനെ സ്വർഗത്തിലേക്ക് അവിടുന്ന് പോകുമ്പോൾ ആ കരങ്ങൾ രണ്ടും ഉയർത്തി ഇങ്ങനെ. അത് വായിച്ച് ഇന്ന് രാത്രിയിലെ മെസ്സേജ് ലൂക്കോസിന്റെ സുവിശേഷം, മാമ അവിടെ അല്ല മാമ, ലൂക്കോസ് 24:30, 50 വായിച്ചു. 24:50 ഇങ്ങോട്ട് ഇവിടെ ഈ കണ്ണിക 50. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. മതി. ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി ആ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. എന്റെ ഭാഷ പറഞ്ഞ ആ കൈ ഇന്ന് ഉയർന്നു നിൽക്കുക. എന്തിനാണെന്നറിയാമോ? അവിടുത്തെ അനുഗമിക്കുന്ന ജനത്തെ ആശീർവദിച്ച കരം. ഇന്നും ആ കരം ഉയർന്നിരിക്കുക. ഈ യോഗത്തിൽ വന്ന മുഴുവൻ ആൾക്കാരെ ആ കരം ഇന്ന് രാത്രി ആശീർവദിക്കുന്ന കരമാ. നിന്നെയും നിന്റെ കുടുംബത്തെയും ആശീർവദിക്കുന്ന കരം. ആ കരം ഇന്ന് ഉയർന്നിരിക്കുക. വിടുതലിന്റെ കരം, സൗഖ്യമാക്കുന്ന കരം. ഉത്തിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാര് ഇന്നും ആ കരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നിന്നെ അനുഗ്രഹിക്കുന്ന കരം കുറുകിപ്പോയില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. യഗസ്കലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയിട്ടില്ല. അപ്പമെടുത്ത് വാഴ്ത്തിക്കരം കുറുകി, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. ബെഥാനിയിൽ വെച്ച് ഉയർത്തപ്പെട്ട കരം കുറുകിയിട്ടില്ല. ഈ കരം ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈ അടിച്ച് പാടി ആരാധിച്ചു വേണം ഇന്ന് രാത്രി. നാളെ രാത്രി ഇവിടെ യോഗമില്ലല്ലോ. അപ്പൊ ഏതായാലും സമയം പോയി 2 ശീലി പാട്ട് കൈകൾ അടിച്ച് പാടി. അത്യാവശ്യമുള്ളവർക്ക് പോകാം കേട്ടോ, ഞാനൊന്നും പറയത്തില്ലേ, പേടിച്ചിരിക്കരുതേ. അത്യാവശ്യമുള്ളവർക്ക് പോകാമേ. 2 ശീലി പാട്ട് പാടി സ്തോത്രം കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അങ്ങ് പിരിഞ്ഞു പോകാം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ കൈയടിച്ച് ചേർന്ന് പാർത്തലത്തിൽ ജീവിക്കുന്ന ഓ ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ഓ ദുഷ്ടപരിഹാസം ഓതിയാലും ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടപരിഹാസം ഓതിയാലും പ്രാണ
ന്യായവാദമതി ഓ യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം എത്ര മോദം വാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം വാർത്തലത്തിൽ ജീവിക്കുന്ന ഓ വേഗം വരാമെന്നുരച്ച നാഥ ഓ നോക്കി നോക്കി കണ്ടൽ മങ്ങിടുന്നേ ഓ വേഗം വരാമെന്നുരച്ച നാഥ കൈയടിച്ച് ദൈവത്തെ നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ പോൾ വരുമോ പ്രാണപ്രിയ പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്റെ ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എന്റെ പ്രാണനാഥ ഓർമ്മേനി ആശ്വാസമായി തീർന്നിടണേ ഞാൻ ഓർമ്മേനി ആശ്വാസമായി തീർന്നിടണേ ഓ ഞാൻ ഓർമ്മേനി ആശ്വാസമായി ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം സൗഖ്യമാകുന്ന വിടുവിക്കുന്ന മുത്തറിക്കുന്ന രക്ഷിക്കുന്ന നീക്ക് പോക്ക് തരുന്ന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി വ്യാപരിക്കട്ടെ രോഗബന്ധനങ്ങൾ അടിക്കട്ടെ രോഗാത്മാവ് അടിക്കട്ടെ ജനത്തെ തകർക്കുന്ന അലട്ടുന്ന എല്ലാ വായുധനങ്ങൾ ഇന്ന് രാത്രി കഴിയട്ടെ ദൈവത്തിന് മകത്വം 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 ഗ്ലോറി ഓ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം കരമുയർത്തി ഹല്ലേലൂയ പാടാ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സഹവടനാകുന്ന റജി പാസ്റ്റർക്കും സഹപ്രവർത്തകർക്കും അധ്യക്ഷനായിരുന്ന ആദരണീയ കർത്തദാസൻ ഗായക സംഘം കൂടപ്പെട്ട എല്ലാ മാന്യതയ മക്കൾ ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവർ എല്ലാ കർത്തദാസന്മാർ എല്ലാവർക്കും നന്ദി. ഓർക്കുന്ന സമയം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും തിരുവല്ലായി ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് ഹെബ്രോൻ സഭ. ആ സഭയെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനിയും ഒരു ചുവടെങ്കിലും വെക്കണമെന്ന് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യമാണ്. ഓർക്കുന്ന സമയം പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഈ ശുശ്രൂഷയിൽ സമയം കടന്നു പോയിട്ടും സഹകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും വരികയല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.